നഗരത്തിലെ ഒരു പ്രധാന ചിൽഡ്രൻസ് പാർക്കാണത്. മണി 6 എങ്കിലും പ്രഭാത സവാരിക്കാരുടെ ചെറിയൊരു തിരക്ക് അവിടെ കാണാം. നഗരത്തിലെ മറ്റേതിടത്തെക്കാളും പ്രഭാത സവാരിക്കാർക്കിഷ്ടം ഈ ചിൽഡ്രൻസ് പാർക്കാണ്. തെരുവ് നായ്ക്കളുടെ ശല്യവുമില്ല, വാഹനങ്ങളുടെ തിരക്കുമില്ല. ശാന്തവും സുന്ദരവുമായ അന്തരീക്ഷവുമാണ് ആ പാർക്കിൽ. ഇതിനെല്ലാം പുറമെ വിശ്രമത്തിനായി അവിടെ ഇവിടെയായി സിമന്റ് ബെഞ്ചുകളുമുണ്ട്. ചെവിയിൽ ഹെഡ്സെറ്റ് വെച്ച് തനിയെ നടക്കുന്നവർ, 2-3 പേരായി കാര്യം പറഞ്ഞു നടക്കുന്നവർ, പ്രായമായവരുടെ യോഗ ചെയ്യുന്ന ഒരു വലിയ സംഘം. അങ്ങനെ ആ പാർക്കിൽ അപ്പോൾ ഏകദേശം 40-50 ആളുകളുണ്ടാവും. പാർക്കിന്റെ വശങ്ങളിലായി അലങ്കാര ചെടികൾ വ്യത്യസ്ത ആകൃതിയിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. റോഡിന്റെ എതിർവശത്തായി കുറച്ചധികം ബുഷ് ചെടികൾ ഒരു പൂച്ചയുടെ ആകൃതിയിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. അതിനടുത്തായി 2 സിമന്റ് ബെഞ്ചുകളുമുണ്ട്. അവയിലൊന്നിൽ 2 പെൺകുട്ടികൾ ഇരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അതിലൊരു സിമന്റ് ബെഞ്ചിലിരുന്ന പെൺകുട്ടികളിൽ ഒരാൾ ഒരു പ്രത്യേക ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പുറകിലേക്ക് മറിഞ്ഞു വീണു. ഒപ്പമുണ്ടായിരുന്ന കുട്ടി എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ ചാടി എഴുന്നേറ്റു. കൂട്ടുകാരിയെ നിലത്തുനിന്ന് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളും ആ കാഴ്ച കണ്ട് നിലവിളിച്ചുകൊണ്ട് ഒരിടത്തേക്ക് വിരൽ ചൂണ്ടി. പതിവില്ലാത്ത തരം അത്തരമൊരു സംഭവത്തിൽ എല്ലാ ആളുകളും ഒന്ന് വല്ലാതായി. ആളുകൾ അവർക്കരികിലേക്ക് ഓടിയെത്തി. രണ്ടാമത്തെ പെൺകുട്ടി വിരൽ ചൂണ്ടിയ സ്ഥലത്തേക്കായിരുന്നില്ല ആരും നോക്കിയത്, ആ പെൺകുട്ടി എഴുന്നേൽപ്പിക്കുന്നതിലായിരുന്നു. ആ തിരക്കിനിടയിൽ ആരോ ഒരാൾ തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് അയാളും അത് കണ്ടത്. അയാൾ അവിടേക്ക് ഓടിച്ചെന്നു. അയാൾക്ക് പിന്നാലെ മറ്റുള്ളവരും അവിടേക്ക് ചെന്നു. വൃത്തിഹീനമായ ഒരു ചാക്കിൽ പൊതിഞ്ഞ നിലയിൽ എന്തോ ഒരു കെട്ട്. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരു കുട്ടിയുടെ കാൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. ആദ്യം അത് കണ്ട ആൾ ഒന്ന് പകച്ചു നിന്ന ശേഷം ചാക്ക് വലിച്ചു മാറ്റാൻ ശ്രമിച്ചു. കണ്ടുകൊണ്ട് നിന്നിരുന്ന മറ്റു 2 പേരും അയാളോടൊപ്പം കൂടി ചാക്ക് മാറ്റാൻ ശ്രമിച്ചു. ചാക്ക് പൂർണ്ണമായും നനഞ്ഞിരുന്നു. അതിനാൽ അത് വലിച്ചു മാറ്റാൻ കുറച്ച് പാടുപെടേണ്ടി വന്നു അവർക്ക്. ഏകദേശം 8 വയസ്സ് തോന്നിക്കുന്ന ഒരു ആൺകുട്ടിയുടെ മൃതശരീരം. ഒറ്റ നോട്ടത്തിൽ തന്നെ അതൊരു അസ്വാഭാവിക മരണമാണെന്ന് അവിടെ കൂടി നിന്നിരുന്ന ആളുകൾക്കെല്ലാം മനസ്സിലായി. ആ കുട്ടിയുടെ ശരീരത്തിലാകെ ഒരു തരം മരവിച്ച തരത്തിലുള്ള ഇളം നീല നിറം വ്യാപിച്ചിരുന്നു. എന്തോ കടുത്ത വേദന സഹിച്ചിട്ടെന്ന പോലെ മുഖമാകെ വലിഞ്ഞു മുറുകിയിരുന്നു. എങ്കിലും കൂട്ടത്തിൽ ഒരാൾ ജീവനുണ്ടോ എന്നറിയാനായി മൂക്കിനു താഴെ വിരൽ വെച്ച് നോക്കി, നെഞ്ചിൽ കൈയമർത്തി നോക്കി, കഴുത്തിനു താഴെ വിരൽ വെച്ച് നോക്കി. ഇല്ല, മരണം ഉറപ്പാണ്. ഇങ്ങനെ പരസ്പരം നോക്കി നിന്നാ മതിയോ? ആരെങ്കിലും ഒന്ന് പോലീസിനെ വിളിച്ച് വിവരം പറയൂ, കൂട്ടത്തിലെ ഒരു സ്ത്രീ ഉറക്കെ പറഞ്ഞു. ഒരു ചെറുപ്പക്കാരൻ പയ്യൻ അല്പം മാറി നിന്ന് ഉടനെ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. അവിടെ അടുത്തു തന്നെ ഉണ്ടായിരുന്ന എസ്ഐയും മറ്റു 3 പോലീസുകാരും ഉടൻ തന്നെ സ്ഥലത്തെത്തി. അപ്പോഴേക്കും ഒരു ഉത്സവത്തിനുള്ള ആളുകൾ പാർക്കിൽ തടിച്ചുകൂടിയിരുന്നു. മാധ്യമപ്രവർത്തകരുടെ സംഘം വേറെ. ഏറ്റവും ആദ്യം എക്സ്ക്ലൂസീവ് വാർത്ത സ്വന്തം ചാനൽ എത്തിക്കാനുള്ള തിരക്കിലാണ്. സംഭവം അറിഞ്ഞ് തിങ്ങിക്കൂടിയ ജനത്തെയും മാധ്യമപ്രവർത്തകരെയും നിയന്ത്രിക്കാൻ കൂടുതൽ പോലീസ് സംഭവ സ്ഥലത്തെത്തി. നിങ്ങൾക്കാർക്കെങ്കിലും ഈ കുട്ടിയെ അറിയാമോ? എസ്ഐ രോഹിത് അവിടെ കൂടി നിന്നവരോട് ചോദിച്ചു. പെട്ടെന്ന് കൂട്ടത്തിൽ നിന്നും ഒരു യുവതി മുന്നിലേക്ക് വന്നു. അവർ സ്വയം പരിചയപ്പെടുത്തി. സർ, ഞാൻ സാറ, സോഷ്യൽ വർക്കറാണ്. ഇവനെ എനിക്കറിയാം. റെയിൽവേ ബ്രിഡ്ജിന്റെ അറ്റകുറ്റപ്പണികൾക്ക് എത്തിയിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിലുള്ളതാണ്. താങ്ക് യു മാഡം. രോഹിത് അവരോട് ചോദിച്ച വിവരം രേഖപ്പെടുത്താൻ ഹെഡ് കോൺസ്റ്റബിളിനെ ഏൽപ്പിച്ചു. ആംബുലൻസ് എത്തിയില്ലേ രാജൻ ചേട്ടാ? എസ്ഐ രോഹിത് കോൺസ്റ്റബിൾ രാജനോട് ചോദിച്ചു. എത്തിയിട്ടുണ്ട് സർ, രാജൻ പറഞ്ഞു. എങ്കിൽ പോസ്റ്റ്മോർട്ടത്തിനായി വിട്ടോളൂ. ഇവിടെ 2 പേരെ നിർത്തിയേക്ക്. ചേട്ടൻ എന്റെ കൂടെ വാ, നമുക്ക് താലൂക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകാം, രോഹിത് രാജനോട് പറഞ്ഞു. ശരി സർ, ഒരു 10 മിനിറ്റ്, ഇപ്പൊ എത്താം. ആംബുലൻസ് ബോഡിയുമായി പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിലേക്ക് പോയി. പോലീസ് ജീപ്പ് പിന്നാലെയും. ആളുകൾ അവിടെ തന്നെ കൂടി നിന്നു. പുനലൂർ ഡിവൈഎസ്പി ഓഫീസ്. രോഹിത്, ചിൽഡ്രൻസ് പാർക്കിൽ നിന്ന് ലഭിച്ച കുട്ടിയുടെ മൃതശരീരം തിരിച്ചറിഞ്ഞു? ഡിവൈഎസ്പി മോഹൻകുമാർ അന്വേഷണ ചാർജുള്ള എസ്ഐ രോഹിതിനോട് ചോദിച്ചു. യെസ് സർ, തിരിച്ചറിഞ്ഞിട്ടുണ്ട്. റെയിൽവേ ബ്രിഡ്ജിന്റെ പുതുക്കലിനായി വന്ന നിർമ്മാണ തൊഴിലാളികളുടെ കൂട്ടത്തിലുള്ള ഒരു കുട്ടിയാണ് സർ. മരണകാരണം വ്യക്തമല്ല, പക്ഷേ കൊലപാതകമാണെന്ന് 100% ഉറപ്പാണ്. സംഭവ സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും ക്ലൂ കിട്ടിയോ? ഡിവൈഎസ്പി വീണ്ടും ചോദിച്ചു. നോ സർ, പോലീസ് എത്തുമ്പോഴേക്കും സ്പോട്ട് ജനനിബിഡമായിരുന്നു. ഏറെക്കുറെ കുഴച്ചുമറിക്കപ്പെട്ട നിലയിലായിരുന്നു. യാതൊന്നു തന്നെ അന്വേഷണത്തിന്റെ ഭാഗമായി കളക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ബോഡിയിൽ തന്നെ 10ഓളം പേരുടെ ഫിംഗർ പ്രിന്റ്സ് ഉണ്ട് എന്നാണ് ഫോറൻസിക് പറയുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വൈകിട്ട് കിട്ടും. കിട്ടിയാൽ കൂടുതൽ വിവരം ലഭ്യമായേക്കും. ഓക്കെ രോഹിത്, ഒന്ന് ശ്രദ്ധിച്ചേക്കൂ.
എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടിയാൽ എന്നെ അറിയിക്കണം. ഓക്കെ സർ, തീർച്ചയായും. രോഹിത് സല്യൂട്ട് ചെയ്ത് പുറത്തേക്കിറങ്ങി. നിമിഷേ, മോളെ വേഗം വന്നേ, അർച്ചന വരാറായി. ഇനി നിന്നാൽ ബസ് അതിന്റെ വഴിക്ക് പോവും. വിജയൻ വീട്ടിൽ നിന്നും റോഡിലേക്കുള്ള ചെറിയ മുള കൊണ്ട് നിർമ്മിച്ച ഗേറ്റിൽ നിന്ന് മകളെ വിളിച്ചു. ദാ അച്ഛ ഇറങ്ങി. അരികിൽ പ്രില്ല് വെച്ച ചുവന്ന ഷാൾ കഴുത്തിൽ കൂടി വലിച്ചിട്ടുകൊണ്ട് നിമിഷ വീടിന്റെ പടികൾ ഇറങ്ങി വന്നു. കയ്യിലുണ്ടായിരുന്ന സാമാന്യ ഭാരമുള്ള ബാഗ് അച്ഛനെ ഏൽപ്പിച്ച് അവൾ വേഗം നടന്നു. ടൗണിലേക്കുള്ള ആദ്യ ബസ്സാണ് അർച്ചന. നേരം വെളുത്തു തുടങ്ങിയിട്ടില്ല. വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. മകളെ ബസ് സ്റ്റോപ്പിലാക്കാനായി വിജയനും ഒപ്പം ചേർന്നു. ഇരുവരും സ്റ്റോപ്പിലെത്തും മുമ്പ് തന്നെ അർച്ചന ബസ് വന്നു. ഗോപി, ഒന്ന് നിർത്തണേ, ആള് കയറാനുണ്ടേ. ഗോപിച്ചേട്ടൻ ബസ് കുറച്ച് മുന്നോട്ട് നിർത്തി. നിമിഷ ഓടിച്ചെന്ന് ബസ്സിൽ കയറി. അച്ഛന് ബായ് പറഞ്ഞു. മോളെ, എത്തിയിട്ട് വിളിക്കണേ. വിജയൻ പറഞ്ഞു തീരും മുമ്പേ ബസ് പാഞ്ഞുപോയി. വിജയൻ കവലയിൽ ആകെയൊന്ന് നോക്കി. ആരുമില്ല. അയാൾ വീട്ടിലേക്ക് പോകാനുള്ള വഴിയിലൂടെ നടന്നു. പോക്കറ്റിൽ നിന്ന് ഒരു മുറി ബീഡിയെടുത്ത് കത്തിച്ചുകൊണ്ട് വിജയൻ പതിയെ മുന്നോട്ട് നടന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു, ഇരുട്ടും. പെട്ടെന്ന് റോഡ് പണിക്കായി ഇറക്കിയിട്ടിരിക്കുന്ന മെറ്റൽ കൂനിക്ക് പുറകിലായി എന്തോ ഒന്ന് വിജയന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അയാൾ ചുറ്റും നോക്കി. പരിസരത്തെങ്ങും ആരുമില്ല. എന്തു ചെയ്യണമെന്നറിയാതെ ഒന്നും മടിച്ചു നിന്ന ശേഷം മെറ്റൽ കൂനിക്കടുത്തേക്ക് ചെന്നു. ഉള്ളിലേക്ക് വലിച്ചെടുത്ത പുക പുറത്തേക്ക് വിടാൻ മറന്ന നിലയിൽ അയാൾ ഒരു നിമിഷം സ്തംഭിച്ചുപോയി. ബീഡിപ്പുക തലയിൽ കയറി അയാൾ ഉറക്കി ചുമച്ചു. മനുഷ്യ ശരീരം പോലെ എന്തോ ഒന്ന്. ചെളിപുരണ്ട ഒരു പഴയ കൈലിമുണ്ടുകൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. ചുറ്റുപാടും നോക്കി അയാൾ ഒരു വടി തപ്പിയെടുത്ത് തിരിച്ചു വന്നു. വടി കൊണ്ട് കൈലിമുണ്ട് പൊതിയിലൊന്ന് തട്ടി നോക്കി. അനക്കുയില്ല. വീണ്ടും ഒരിക്കൽ കൂടി നോക്കി. ഇത്തവണയും അനക്കുയില്ല. അയാൾ വടികൊണ്ട് കൈലിമുണ്ടിന്റെ മേൽഭാഗം ചെറുതായി ഒന്ന് മാറ്റി നോക്കി. അയാൾ വീണ്ടും ഞെട്ടി. ഒരു ആൺകുട്ടിയുടെ ശരീരം. കഴിഞ്ഞ ആഴ്ചയിൽ ഇതുപോലെ ഒരു കുട്ടിയുടെ ശരീരം ടൗണിൽ നിന്ന് ലഭിച്ച കാര്യം ഓർമ്മ വന്ന വിജയൻ ഉടൻ തന്നെ 100 ഡയൽ ചെയ്തു. ഹലോ, ഹലോ. ഭയത്താൽ അയാളുടെ സ്വരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. സർ, ഞാൻ കേളങ്കാവിൽ നിന്നാണ് വിളിക്കുന്നത്. ഇവിടെ വാട്ടർ ടാങ്ക് ബസ് സ്റ്റോപ്പിനടുത്തായി ഒരു കുട്ടിയുടെ ശരീരം കിടക്കുന്നു. മരിച്ചെന്നാ തോന്നുന്നേ. ഓക്കെ, ഇപ്പോൾ തന്നെ പോലീസ് വരും. ബോഡിയിൽ മറ്റാരും തൊടാതെ ശ്രദ്ധിക്കൂ. വിജയനിൽ നിന്ന് മറുപടിയൊന്നും പ്രതീക്ഷിക്കാതെ ഉടൻ തന്നെ കോള് കട്ടായി. എന്ത് ചെയ്യണമെന്നറിയാതെ വിജയൻ വടിമുറുകെ പിടിച്ച് കുറച്ച് മാറി നിന്നു. ഒരു 25 മിനിറ്റായി കാണും. പുനലൂർ ഭാഗത്തു നിന്നും ഒരു ബൊലേറോ ജീപ്പ് പാഞ്ഞു വന്നു. വിജയൻ ജീപ്പിനരികിലേക്ക് ചെന്നു. പ്രതീക്ഷിച്ചതുപോലെ അത് പോലീസ് തന്നെയായിരുന്നു. ബൊലേറോയുടെ കോ ഡ്രൈവർ സീറ്റിൽ നിന്നും SI രോഹിത് ഡോർ തുറന്ന് പുറത്തിറങ്ങി. ചേട്ടനാണോ വിളിച്ചത്? രോഹിത് വിജയനോട് ചോദിച്ചു. വിജയൻ തോളിൽ നിന്നും സ്ഥാനം മാറി കിടന്നിരുന്ന ഷർട്ട് നേരെയാക്കി ഇളകിക്കിടന്നിരുന്ന ബട്ടൺസ് ഇട്ടുകൊണ്ട് ഭവ്യതയോടെ പറഞ്ഞു. അതെ സർ, മോളെ ബസ് കയറ്റി വിടാൻ വന്നതാ ഞാൻ. ബസ് പോയി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരികെ വരുമ്പോഴാണ് അവിടെ എന്തോന്ന് കണ്ടത്. ശരീരം കണ്ട ഭാഗത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അയാൾ തുടർന്നു. ഞാൻ ചെന്ന് നോക്കുമ്പോൾ കൈലിമുട്ടിൽ പൊതിഞ്ഞിട്ടിരിക്കുമായിരുന്നു. ചേട്ടൻ അതിൽ തൊടുകയോ മറ്റോ ചെയ്തോ? ഇല്ല സർ, എന്താണെന്നറിയാത്തതുകൊണ്ട് വടിയെടുത്താണ് കൈലി മാറ്റി നോക്കിയത്. കഴിഞ്ഞ ആഴ്ച ഇതുപോലെ നടന്ന കേസിൽ ആളുകൾ തൊട്ടതുകൊണ്ട് തെളിവ് കിട്ടിയില്ല എന്ന് പത്രത്തിൽ വായിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ തൊടാനേ നിന്നില്ല. വെരി ഗുഡ്. രോഹിത് ബോഡിക്കടുത്തേക്ക് ചെന്നു. അപ്പോൾ കോൺസ്റ്റബിൾസ് ബോഡിക്കടുത്തൊക്കെ നോക്കുമായിരുന്നു. രോഹിതിനെ കണ്ടതും ഒരു കോൺസ്റ്റബിൾ അയാൾക്കടുത്തേക്ക് വന്നു. സർ, മരിച്ചിരിക്കുന്നു. 10 വയസ്സ് തോന്നിക്കും. പാർക്കിൽ നിന്ന് കിട്ടിയ കുട്ടിയുടേതുപോലെ ശരീരത്തിൽ നീലപ്പാടുണ്ട്. ഓഹോ, ഫോറൻസിക് അറിയിക്കാം. ആൾക്കൂട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്റ്റേഷൻ വിളിച്ചിട്ട് 4 പേരോട് കൂടി വരാൻ പറയും. ആളുകൾ വിവരം പറഞ്ഞ് എത്തിത്തുടങ്ങിയിരുന്നു. ആരൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ടാവണം മീഡിയ എത്തിത്തുടങ്ങി. രോഹിത് ആ പരിസരം ആകെ ചുറ്റി നടന്ന് വീക്ഷിച്ചു. അടുത്തെങ്ങും വീടുകളില്ല. തറയിൽ വണ്ടി വന്ന് നിന്നതിന്റെ പാടുമില്ല. വനമേഖല ആയതുകൊണ്ട് തന്നെ വളരെ തിരക്കൊഴിഞ്ഞൊരു പ്രദേശമാണ് കേളങ്കാവ്. ഈ കേസ് ഒരു തലവേദനാകുമെന്ന് അയാൾ ഓർത്തു. ബോഡി കണ്ടുകിട്ടിയ മെറ്റൽ കൂനിക്ക് 2 മീറ്റർ റേഡിയസിൽ പോലീസ് റിബൺ കൊണ്ട് ക്രോസ് ചെയ്തു. ഫോറൻസിക് വാഹനം വന്നു നിന്നു. തെളിവ് ശേഖരണം തുടങ്ങി. കാലിൽ നിന്നും ഒരു ഫിംഗർ പ്രിന്റ് കിട്ടിയിട്ടുണ്ട്. ഇതറിഞ്ഞപ്പോൾ രോഹിത്തിന്റെ മനസ്സിൽ ഒരു നാമ്പ് വിരിഞ്ഞു. ഫോറൻസിക് തിരികെ പോയി പിന്നെയും കുറച്ചുനേരം കൂടി രോഹിത് അവിടെ തന്നെ നിന്നു. നാട്ടുകാരോടും വിജയനോടുമൊക്കെ വിശദമായി തന്നെ അയാൾ സംസാരിച്ചു. ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ ശേഷം പോലീസുകാർ തിരിച്ചുപോയി. ആളുകൾ അവിടെ തന്നെ അങ്ങിങ്ങായി കൂടി നിന്നു. വിജയൻ നാട്ടുകാരോടും പോലീസിനോടും ചാനലുകാരോടും
കാര്യം വിശദീകരിച്ച് ഒരു പരിവമായിരുന്നു. പുനലൂർ ഡിവൈഎസ്പി ഓഫീസ്. ഡിവൈഎസ്പി കാണണമെന്നറിയിച്ചതിനാൽ അദ്ദേഹത്തിന്റെ ഓഫീസ് മുറിയിലെത്തിയതായിരുന്നു എസ് ഐ രോഹിത് ചന്ദ്രൻ. ഗുഡ് മോർണിംഗ് സർ. എസ് ഐ രോഹിത് ഡിവൈഎസ്പി മോഹൻകുമാറിനെ സല്യൂട്ട് ചെയ്ത് വിഷ് ചെയ്തു. ആ, ഗുഡ് മോർണിംഗ് രോഹിത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയോ? യെസ് സർ. ഇന്നലെ ഉച്ചകഴിഞ്ഞ് തന്നെ റിപ്പോർട്ട് കിട്ടിയിരുന്നു. ചിൽഡ്രൻസ് പാർക്കിൽ നിന്ന് ലഭിച്ച കുട്ടിയുടെ മരണവുമായി തികച്ചും സാദൃശ്യമുള്ളതാണ് ഇന്നലെ കേളങ്കാവിൽ നിന്നും കിട്ടിയ കുട്ടിയുടെ മരണം. രണ്ടാമത്തെ കുട്ടി വഴിയരികിലെ പ്ലാസ്റ്റിക് കുപ്പികളും മറ്റും പിറക്കിയെടുത്ത് അഞ്ചലുള്ള ഒരു സ്ക്രാപ്പ് ഷോപ്പിൽ എത്തിച്ചു നൽകുന്ന കുട്ടിയാണ്. ബസ് സ്റ്റാൻഡിനരികിലെ കടത്തിണ്ണയിലാണ് ഉറക്കം. രക്ഷിതാക്കൾ ആരും തന്നെയില്ല. ബോഡിയിൽ ആദ്യത്തേതുപോലെ തന്നെ മുറിവോ ചതവോ ഉപദ്രവിച്ചിട്ടുള്ളതായ പാടുകളോ ഇല്ല. ശരീരത്തിൽ ഒരുതരം നീലനിറം വ്യാപിച്ചിട്ടുണ്ട്. രണ്ട് കാലുകളും കൈകളും ലോഹം കൊണ്ടുള്ള ഒരുതരം ക്ലാമ്പ് പോലെ തോന്നിക്കുന്ന വസ്തു കൊണ്ട് ബന്ധിച്ചിരുന്ന പാടുണ്ട്. ഒരുപക്ഷെ കെട്ടിയിട്ടതിൻ്റെതാകാം ഈ പാടുകൾ. രോഹിത്, മരണകാരണമായി എന്താണ് റിപ്പോർട്ടിൽ പറയുന്നത്? ഡിവൈഎസ്പി അസ്വസ്ഥനായ വിധം തന്റെ ചെയറിലിരുന്ന് ഞെരിപിരി കൊണ്ട് നേരെയിരിക്കാൻ ശ്രമിച്ചു. സർ, കുട്ടികളുടെ ശരീരത്ത് ഒരുതരം നീലപ്പാടിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ? വിഷവാതകമായ കാർബൺ മോണോക്സൈഡിന്റെ സാന്നിധ്യമാണ് ഈ നീലനിറത്തിന് കാരണം. രണ്ടു കുട്ടികളുടെയും മരണകാരണം രക്തത്തിൽ വിഷവാതകമായ കാർബൺ മോണോക്സൈഡ് കലർന്നതാണ്. രോഹിത് പറഞ്ഞു നിർത്തി. രോഹിത്, ഇതൊരു സീരിയൽ കില്ലിംഗ് മോഡലാണോ? പ്രതിയെപ്പറ്റി എന്തെങ്കിലും സൂചന? ഡിവൈഎസ്പി മുന്നോട്ട് ആഞ്ഞിരുന്ന് എസ് ഐ രോഹിത്തിനോട് ചോദിച്ചു. സർ, ആദ്യത്തെ കുട്ടിയുടെ ശരീരത്തിൽ നിന്നും യാതൊരു ഡീറ്റെയിൽസും ലഭ്യമായിരുന്നില്ല. എന്നാൽ രണ്ടാമത്തെ കുട്ടിയുടെ കാലിൽ നിന്ന് ഒരു ഫിംഗർ പ്രിന്റ് ലഭിച്ചിരുന്നു. റെക്കോർഡുമായി മാച്ച് ചെയ്ത് നോക്കിയപ്പോൾ അഞ്ചൽ ആലഞ്ചേരിയിൽ താമസിക്കുന്ന രാജേഷ് എന്ന ആളിൻ്റേതാണ് ആ ഫിംഗർ പ്രിന്റ്. രാജേഷിന്റെ വീട്ടിൽ ഞങ്ങൾ പോയിരുന്നു. അവിടെ അയാളുടെ അമ്മയും ഭാര്യയും കുഞ്ഞും മാത്രമേ ഉള്ളൂ. 4 വർഷം മുമ്പ് കുളത്തുപുഴയിൽ വെച്ച് നടന്ന ഒരു ബൈക്ക് ആക്സിഡന്റിൽ രാജേഷ് കൊല്ലപ്പെടുകയായിരുന്നു. രോഹിത് പറഞ്ഞു നിർത്തി. ഓ രോഹിത്, പ്രതി മനഃപൂർവ്വം പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഒരുപക്ഷെ അതിലയാൾ അഹങ്കരിക്കുന്നുണ്ടാവും. ബോഡി മറവ് ചെയ്യാൻ ശ്രമിക്കാതെ ഡിസ്പ്ലേ ചെയ്യുന്നതിൽ, അതും പൊതുസ്ഥലങ്ങളിൽ. അവിടെ പ്രദർശിപ്പിക്കുന്നതിൽ നിന്നും മാധ്യമങ്ങളും പോലീസും ജനങ്ങളും അയാളെപ്പറ്റി തന്നെ ചർച്ച ചെയ്യണമെന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. അതിലൂടെ അയാൾ ഒരുതരം ചീപ്പ് പബ്ലിസിറ്റി പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്നതായി തോന്നുന്നു. എങ്കിൽ തീർച്ച പ്രതി ഒരു സൈക്കോ കൊലയാളിയാകാൻ സാധ്യത കൂടുതലാണ്. ഇരിപ്പുറയ്ക്കാതെ മോഹൻകുമാർ സീറ്റിൽ നിന്നും എഴുന്നേറ്റു. മീഡിയയും മറ്റും ഒരുപാട് ചർച്ച ചെയ്ത ചിത്രം ആകെ വഷളാക്കിയിട്ടുണ്ട്. കൊലയാളി കുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതൊരു സെൻസിറ്റീവ് കേസാണ്. ASP അനിരുദ്ധന് അന്വേഷണ ചുമതല കൈമാറാൻ SP അറിയിച്ചിട്ടുണ്ട്. രോഹിത് അനിരുദ്ധനൊപ്പം ഉണ്ടാവണം. ബന്ധപ്പെട്ട ഫയൽസും റെക്കോർഡ്സുമായി ഇന്ന് തന്നെ SP കാണാൻ പോണം. ഓക്കെ? DVSP തിരികെ സീറ്റിൽ വന്നിരുന്നു കൊണ്ട് പറഞ്ഞു. ഓക്കെ, തീർച്ചയായും സാർ. ഞാൻ ഉടനെ തന്നെ പുറപ്പെടാം. DVSP ഒന്നുകൂടി സല്യൂട്ട് ചെയ്തിട്ട് SI രോഹിത് തൻ്റെ ഓഫീസ് റൂമിലേക്ക് കയറിപ്പോയി. ഹലോ സാറ മാഡം, ഞാൻ SI രോഹിതാണ്. രോഹിത് തൻ്റെ സെൽഫോണിൽ നിന്നും സോഷ്യൽ വർക്കർ സാറ മേരിയെ കോൾ ചെയ്തു. മനസ്സിലായി സർ, പറഞ്ഞോളൂ. ചിൽഡ്രൻസ് പാർക്കിൽ നിന്ന് കിട്ടിയ ആ കുട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു സഹായം ചോദിക്കാനാണ് വിളിച്ചത്. തിരക്കിലല്ലെങ്കിൽ? അത് കുഴപ്പമില്ല സാർ, ചോദിച്ചോളൂ. മാഡം, ഒന്നുകൂടി അവിടം വരെ ഒന്ന് പോകാമോ? എന്നിട്ട് ആ കുട്ടിയുടെ പേരൻസിനോട് സംഭവം നടക്കുന്നതിന് അടുത്ത ദിവസങ്ങളിൽ ആരെങ്കിലും അവിടെ ചെല്ലുകയോ ആ കുട്ടിയെ കാണാൻ ശ്രമിക്കുകയോ ചെയ്തിരുന്നോ എന്ന് ഒന്ന് അന്വേഷിക്കാമോ? മറ്റൊന്നും വിചാരിക്കരുത്. പോലീസ് എത്ര ചോദിച്ചിട്ടും അവർ ഒന്നും പറയുന്നില്ല. ഒരു താല്പര്യമില്ലാത്ത പോലെ. തീർച്ചയായും സർ, ഞാൻ ഇന്ന് തന്നെ പോകാം. അതിനുശേഷം സാറിനെ വിളിക്കാം. ഓക്കെ, താങ്ക് യു മാഡം. രോഹിത് കോൾ ഡിസ്കണക്ട് ചെയ്തു. കുറച്ചു നേരത്തിന് ശേഷം ചില ഫയലുകളും കയ്യിലെടുത്ത് രോഹിത് ഓഫീസ് റൂമിൽ നിന്ന് പുറത്തു വന്നു. ചന്ദ്രൻ ചേട്ടാ, ഞാൻ SP ഓഫീസിലേക്ക് പോവുകയാണ്. വൈകുന്നേരമാകും തിരിച്ചെത്താൻ. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. രോഹിത് സ്റ്റേഷനിലുള്ള കോൺസ്റ്റബിൾ ചന്ദ്രനോട് പറഞ്ഞു. ശേഷം ജീപ്പിൽ കയറി ഓടിച്ചുപോയി. പോലീസ് സ്റ്റേഷനിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയായിരുന്നു SP ഓഫീസ്. ASP ഓഫീസിലെത്തുമ്പോൾ SP അനിരുദ്ധ് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട ചർച്ചയിലായിരുന്നു. അത് കഴിയും വരെ രോഹിത് വെയിറ്റിംഗ് റൂമിലിരുന്നു. ഓഫീസിലുണ്ടായിരുന്നവർ പുറത്തേക്ക് വന്നപ്പോൾ രോഹിത് എണീറ്റ് ഡോറിൽ മുട്ടി. സർ, മേ ഐ കമിൻ? യെസ്, കമിൻ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. രോഹിത് ASP സല്യൂട്ട് ചെയ്ത് വിഷ് ചെയ്തു. ഗുഡ് ആഫ്റ്റർനൂൺ. അനിരുദ്ധ് തിരിച്ചും വിഷ് ചെയ്തു. സർ, ഞാൻ രോഹിത് ചന്ദ്രൻ, പുനലൂർ പോലീസ് സ്റ്റേഷനിൽ ASI ആണ്. ആ 2 കുട്ടികളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ സാറിനെ വന്ന് കാണാൻ ഓർഡർ ഉണ്ടായിരുന്നു. ദാ സാർ ഫയൽ. ഓ ഓക്കെ, ഇരിക്കൂ രോഹിത്. ഇതിപ്പോ കൊലയാളി പോലീസിനെ മനഃപൂർവ്വം പിടികളാക്കി രസിക്കുകയാണല്ലോ രോഹിത്.
കുട്ടികളുടെ സീരീസ് കൊലപാതക കേസിനെപ്പറ്റി ASP അനിരുദ്ധനോട് വിവരങ്ങൾ കൈമാറാൻ ASP ഓഫീസിലെത്തിയതാണ് SI രോഹിത്. അതെ സർ. അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഫിംഗർ പ്രിന്റ് മനഃപൂർവ്വം ബോഡിയിൽ പതിപ്പിച്ചിരിക്കുന്നതെന്തിനാണ്? ഒന്നും അവശേഷിപ്പിക്കാതെ ഇരുന്നാൽ പോരെ? രാജേഷിന്റെ ഫിംഗർ പ്രിന്റ് കിട്ടിയപ്പോൾ ഒരു പ്രതീക്ഷ വന്നതാണ്. അനിരുദ്ധ് ചിരിച്ചുകൊണ്ട് ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റു. നമുക്ക് നോക്കാമെന്നേ പറഞ്ഞുകൊണ്ട് അയാൾ തന്റെ ഓഫീസ് റൂമിന്റെ വലത്തെ വശത്തെ ഭിത്തിയിൽ ഒട്ടിച്ചിരുന്ന പച്ച ബോർഡിനരികിലേക്ക് നടന്നു. രോഹിത് അതിനിടയിൽ അനിരുദ്ധനെ ഒന്ന് ശ്രദ്ധിച്ചു. ഊർജ്ജസ്വലനായ ഒരു IPS-കാരൻ. എങ്ങനെയായാലും പ്രായം ഒരു 29 കഴിഞ്ഞ് കാണില്ല. സർവീസിൽ കയറിയിട്ട് 2 വർഷമായി എന്നാണ് DVSP പറഞ്ഞത്. പ്രായത്തിന്റെയും പുതിയ യൂണിഫോമിന്റെയും ഊർജം ഓരോ പ്രവൃത്തിയിലും പ്രകടമാകുന്നുണ്ട്. മുൻപ് പഞ്ചാബിലായിരുന്നെന്നാണ് പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞത്. അനിരുദ്ധ് സാറിന് ഈ കേസ് തെളിയിക്കാൻ പറ്റും. രോഹിതിന്റെ മനസ്സിൽ ഒരു ആത്മവിശ്വാസമുണ്ടായി. അതൊക്കെ നമുക്ക് തെളിയിക്കാം. രോഹിത് സാർ എൻ്റെ ഒപ്പം ഒന്ന് നിന്ന് തന്നാ മതി. ബോർഡിനരികിൽ നിന്ന് രോഹിതിനെ ശ്രദ്ധിച്ച് രോഹിതിന്റെ മനസ്സ് വായിച്ചിട്ടെന്ന പോലെ അനിരുദ്ധ് പറഞ്ഞു. ഏ താൻ മനസ്സിൽ പറഞ്ഞതിന്റെ മറുപടി ASP പറഞ്ഞത് കേട്ട് രോഹിത് ഞെട്ടിപ്പോയി. സാർ. ആ ഞെട്ടണ്ട മാഷേ. ഞാൻ സൈക്കോളജിയിൽ MPhil ആയിപ്പോയി. മറ്റുള്ളവരുടെ മനസ്സ് വായിക്കരുതെന്ന് എത്ര പറഞ്ഞാലും എൻ്റെ ബ്രെയിൻ അനുസരിക്കില്ല. അയാൾ പൊട്ടിച്ചിരിച്ചു. ഒപ്പം രോഹിതും. ഇനിയിപ്പം മനസ്സിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നേരെ തന്നെ പറഞ്ഞേക്കാം. സാറിനൊപ്പം വർക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ അഭിമാനം തോന്നുന്നു. രോഹിത് ബഹുമാനം കൊണ്ട് ഒരിക്കൽ കൂടി അറ്റൻഷൻ ചെയ്തു. രോഹിത് സർവീസിൽ കയറിയിട്ട് എത്ര നാളായി? 3 വർഷമായി സർ. ഓക്കെ, ഗുഡ്. അപ്പോൾ നമുക്ക് കേസിലേക്ക് വരാം. നമുക്ക് ആദ്യം ലഭ്യമായ വിവരം വെച്ച് ഒരു ഗ്രാഫ് ഉണ്ടാക്കണം. അനിരുദ്ധ് ഒരു വെള്ള മാർക്കർ പേനയെടുത്ത് കൊണ്ടുവന്ന് ബോർഡിൽ എഴുതി തുടങ്ങി. ടാർജറ്റ് 10നും 14നും വയസ്സിനും ഇടയിലുള്ള അനാഥരായ ആൺകുട്ടികൾ. മരണകാരണം വിഷവാതകം. ആദ്യ മരണവും രണ്ടാമത്തെ മരണവും തമ്മിലുള്ള ഗ്യാപ്പ് 8 ദിവസങ്ങൾ. ബോഡി ഉപേക്ഷിക്കുന്ന സ്ഥലം പൊതു ഇടങ്ങൾ. ആവശ്യം അവയവങ്ങൾ, സെക്സ്, പണം, മാഫിയ എന്നിവ ഒന്നുമല്ല. രോഹിത്, ഈ ആവശ്യം എന്താണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. 1-2 കാര്യങ്ങൾ ഉറപ്പാണ്. താൻ ചെയ്യുന്ന ക്രൈമിൽ കൊലയാളി വളരെ കോൺഫിഡൻ്റ് ആണ്. പൊതുസ്ഥലങ്ങളിൽ ബോഡി ഉപേക്ഷിക്കുന്നത് പബ്ലിസിറ്റി ആഗ്രഹിച്ചിട്ടോ അല്ലെങ്കിൽ തെളിവുകൾ ഇല്ലാതാക്കാനോ ആണ്. 4 വർഷം മുമ്പ് മരിച്ച ഒരാളുടെ ഫിംഗർ പ്രിന്റ് ഉപയോഗിക്കണമെങ്കിൽ അയാളൊരു പ്രൊഫഷണലാണ്. അതെ സർ. പെട്ടെന്ന് പാൻസിന്റെ പോക്കറ്റിൽ കിടന്നിരുന്ന രോഹിതിന്റെ ഫോൺ ബെൽ ചെയ്യാൻ തുടങ്ങി. സർ, ഒരു മിനിറ്റ്. ഹലോ സാറ മാഡം, പറഞ്ഞോളൂ. ഓഹോ, ആ ഓക്കെ മാഡം. എനിവേ താങ്ക് യു വെരി മച്ച്. രോഹിത് കോൾ കട്ട് ചെയ്തു. സർ, ഈ കേസിലെ ആദ്യത്തെ കുട്ടി ഐഡന്റിഫൈ ചെയ്ത ആ സോഷ്യൽ വർക്കറാണ് വിളിച്ചത്. കൊലയാളിയിലേക്ക് കണക്ട് ചെയ്യാൻ ഒരു ക്ലൂ നോക്കിയതാ. നോ ചാൻസ്. അവൻ മിടുക്കനാ. രോഹിത് മനസ്സിലുണ്ടായ അസ്വസ്ഥത വെളിപ്പെടുത്തി. രോഹിത്, വരൂ. നമുക്ക് ബോഡികൾ ലഭിച്ച ഇടങ്ങളിലൊന്ന് പോകണം. 2 പേരും കൂടി മുറ്റത്ത് നിർത്തിയിരുന്ന ബുള്ളറ്റിൽ കയറി ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയി. ചിൽഡ്രൻസ് പാർക്കിൽ ആദ്യത്തെ കുട്ടിയുടെ ബോഡി കണ്ടെത്തിയ സ്ഥലം പരിശോധിച്ച് നിൽക്കുന്നതിനിടയിൽ രോഹിത് ചന്ദ്രന്റെ ഫോൺ ബെൽ ചെയ്തു. അയാൾ ഫോൺ എടുത്ത് നോക്കി. ചന്ദ്രൻ ചേട്ടനാണല്ലോ. സ്വയം പറഞ്ഞുകൊണ്ട് അയാൾ കോൾ അറ്റൻഡ് ചെയ്തു. എന്താ ചന്ദ്രേട്ടാ? എവിടെ? ഞങ്ങളവിടെ എത്തിയേക്കാം. ചന്ദ്രേട്ടൻ സ്റ്റേഷനിൽ നിന്ന് 4 പോലീസുകാരെ കൂട്ടിക്കൊണ്ട് സംഭവ സ്ഥലത്തേക്ക് വേഗം വാ. എന്താ രോഹിത്, എനിത്തിങ് സീരിയസ്? യെസ് സാർ. പട്ടാഴിയിൽ ആൾതാമസമില്ലാത്തൊരു വീടിന്റെ പുറകിൽ നിന്ന് ഒരു ആൺകുട്ടിയുടെ ബോഡി കിട്ടിയിട്ടുണ്ട്. ഹൗ? അനിരുദ്ധ ഒന്ന് ഞെട്ടിയെങ്കിലും അയാൾ പെട്ടെന്ന് തന്നെ അയാൾ തന്റെ ബുള്ളറ്റ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. രോഹിത് ബൈക്കിന് പിറകിൽ കയറി കഴിഞ്ഞിരുന്നു. ഗടഗട ശബ്ദത്തിൽ പത്തനാപുരം ഭാഗത്തേക്ക് വണ്ടി പാഞ്ഞുപോയി. ആളുകൾ കൂടുന്നതിന് മുമ്പ് തന്നെ പോലീസ് എത്തിക്കഴിഞ്ഞിരുന്നു. അനിരുദ്ധും രോഹിതും എത്തുമ്പോൾ വീടിന്റെ മുൻവശത്ത് കുറ്റവാളികളെ പോലെ 4 ചെറുപ്പക്കാരെ നാട്ടുകാർ തടഞ്ഞു വെച്ചിരുന്നു. എന്താ, ഇവരൊക്കെ ആരാ? വെള്ള ഷർട്ടും വെള്ളമുണ്ടും ധരിച്ച് പൊതുപ്രവർത്തകനെ പോലെ തോന്നിച്ച ഒരു മധ്യവയസ്കന്റെ മുഖത്ത് നോക്കി അനിരുദ്ധ് ചോദിച്ചു. സർ, ഞാൻ ദിവാകരൻ പിള്ള, പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഇവന്മാർ ഇവിടെ മോഷണത്തിന് കയറിയതാണ്. അപ്പോഴാണ് വീടിന് പിറകിലെ ചായ്പിൽ കുട്ടിയുടെ ശരീരം കണ്ടത്. ഇവന്മാർ തന്നെയാണ് ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടിയത്. അതാ വിടാതെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്നേ. ഓഹോ, രോഹിത്, ഫോറൻസിക് എത്തിയില്ലേ? ചുറ്റുവട്ടമുള്ള ആളുകളോടൊക്കെ ഒന്ന് സംസാരിച്ച് നമുക്ക് വേണ്ടത് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കൂ. രോഹിതിന് നിർദ്ദേശം നൽകിയതിനു ശേഷം അയാൾ വീണ്ടും ചെറുപ്പക്കാരനെ നേരെ തിരിഞ്ഞു. നിങ്ങളിങ്ങ് വന്നേ. ഭയചകിതരായ ആ 4 ചെറുപ്പക്കാരെയും കൂട്ടി അനിരുദ്ധ അല്പം മാറി നിന്നു. ആ പറഞ്ഞോ, നിങ്ങളെന്താ ഇവിടെ?
ASP അനിരുദ്ധ് നാട്ടുകാർ തടഞ്ഞു വെച്ചിരുന്ന ആ 4 ചെറുപ്പക്കാരോട് ചോദിച്ചു. സർ, അത് പിന്നെ ഇവനൊരു പുതിയ സ്കൂട്ടർ എടുത്തു. അതിന്റെ ചെലവായിരുന്നു. കൂട്ടത്തിൽ നന്നേ വെളുത്തു മെലിഞ്ഞിട്ട് ഉയരം കൂടിയ ഒരു പയ്യൻ ഒപ്പമുണ്ടായിരുന്ന മറ്റൊരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. എന്താടാ, കഞ്ചാവോ മദ്യമോ മറ്റോ ആണോ? ASP അവരെ ഭയപ്പെടുത്താനായി ഗൗരവത്തിൽ അവരോട് ചോദിച്ചു. അയ്യോ എന്റെ പൊന്നു സാറേ, മദ്യമൊന്നുമല്ല. അറേബ്യൻ ഹോട്ടലിൽ നിന്ന് വാങ്ങിയ അൽഫാമും പൊറോട്ടയുമാ. പിന്നെ രണ്ട് കുപ്പി ബിയറും. കൂട്ടത്തിൽ മറ്റൊരു പയ്യൻ അനിരുദ്ധന്റെ ചോദ്യം കേട്ട് പേടിച്ച് പെട്ടെന്ന് കയറി പറഞ്ഞു. അതിനെന്തിനാ നിങ്ങൾ ഈ അടച്ചിട്ടിരുന്ന വീടിന്റെ മതിൽ ചാടി കടന്നത്? സാറേ, ഇത് നമ്മുടെ കൂട്ടുകാരൻ റോണിയുടെ വീടാണ്. അവരെല്ലാം അങ്ങ് ഫ്രാൻസിലാ. വേറെ ആരുടെയും ശല്യമില്ലാതെ ഇത്തിരി നേരം ചെലവഴിക്കാന്ന് കരുതിയ ഞങ്ങളിവിടെ. എന്നിട്ട്? ASP അനിരുദ്ധ് ഒന്നിരുത്തി മൂളി. സർ, ഞങ്ങൾ ആ കാണുന്ന ചെറിയ ഗേറ്റ് തുറന്നാ ഇങ്ങോട്ട് വന്നത്. കുറച്ചു ദൂരെയായി കാണുന്ന ഒരു ചെറിയ പോക്കറ്റ് ഗേറ്റിലേക്ക് ചൂണ്ടി ചെറുപ്പക്കാരിൽ ഒരാൾ പറഞ്ഞു. അനിരുദ്ധ് ആ ഗേറ്റിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഇതിനു മുമ്പ് വരുമ്പോൾ ആ ഗേറ്റിന് ഒരു പഴയ പൂട്ടുണ്ടായിരുന്നു. എന്നാ ഇന്നത് കണ്ടില്ല. ഞങ്ങൾ ആ കാണുന്ന വിറക് ഷെഡിലിരുന്ന് കഴിക്കാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മൂത്രമൊഴിക്കാനായി ഞാൻ വീടിന്റെ പിൻഭാഗത്തേക്ക് പോയി. അപ്പോഴാണ് ചായ്പിൽ അത് കണ്ടത്. ഞാൻ ഓടി വന്ന് ഇവരോട് വിവരം പറഞ്ഞു. ഞങ്ങൾ 4 പേരും കൂടി ചെന്ന് നോക്കി. സീൻ പന്തിയല്ലെന്ന് തോന്നി. ആ സമയത്ത് തന്നെയാ ഞങ്ങൾ പ്രസിഡന്റിനെയും നാട്ടുകാരെയും ഒക്കെ വിളിച്ചത്. പക്ഷേ അവരെല്ലാം വന്നപ്പോൾ ഞങ്ങൾ കള്ളന്മാരായി, അവൻ പറഞ്ഞു നിർത്തി. നിങ്ങൾ ഈ അടുത്തെങ്ങാനും ഇവിടെ പരിചയമില്ലാത്ത ആരെങ്കിലും കണ്ടിരുന്നോ? അനിരുദ്ധ് അവരുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇല്ല സർ, അങ്ങനെയൊന്നും കണ്ടതായി ഓർക്കുന്നില്ല. ശരി, എങ്കിൽ നിങ്ങൾ പൊക്കോളൂ. നിങ്ങളുടെ അഡ്രസ്സ്, പേര്, മൊബൈൽ നമ്പർ എന്നിവ കൊടുത്തിട്ടേ പോകാവൂ. ഓക്കെ? ശരി സാറേ. കരയ്ക്ക് പിടിച്ചിട്ട മീൻ തിരികെ വെള്ളത്തിൽ വീണ പോലെ ആ 4 ചെറുപ്പക്കാർ അനിരുദ്ധനെ കൈകൂപ്പിയ ശേഷം ആശ്വാസത്തോടെ വീടിന് മുൻവശത്തേക്ക് പോയി. അനിരുദ്ധ് വീടിന്റെ പിൻഭാഗത്ത് ബോഡി കാണപ്പെട്ട സ്ഥലത്തേക്ക് ചെന്നു. പോലീസ് റിബൺ കെട്ടി അവിടേക്ക് ആളുകൾ കടക്കുന്നത് തടഞ്ഞിരുന്നു. SI രോഹിതിനെ അവിടെയെങ്ങും കണ്ടില്ല. ഫോറൻസിക് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു. അനിരുദ്ധ് പോലീസ് ക്രോസിനകത്തേക്ക് കടന്നു. ബോഡിയിലേക്ക് സൂക്ഷിച്ചു നോക്കി. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു ആൺകുട്ടിയുടെ മൃതശരീരം. ഏകദേശം 12 വയസ്സ് കാണാൻ സാധ്യതയുണ്ട്. മറ്റു കുട്ടികളുടെ മൃതശരീരത്തിലുണ്ടായിരുന്നതുപോലെ തന്നെ കരിനീല നിറം ഇതിലുമുണ്ട്. മൃതദേഹം ഉപേക്ഷിച്ചിട്ട് 2 ദിവസമായിട്ടുണ്ടെന്ന് തോന്നി. അഴുകി തുടങ്ങിയതുപോലെ ഒരുതരം മടുപ്പിക്കുന്ന ഗന്ധം അന്തരീക്ഷത്തിൽ ആകെ തങ്ങി നിൽപ്പുണ്ടായിരുന്നു. സർ, SI രോഹിത് വീടിന്റെ മുൻവശത്തു നിന്നും അയാളുടെ അടുത്ത് വന്ന് അറ്റൻഷനായി. പറയൂ രോഹിത്, എനി ഹിന്റ്? അനിരുദ്ധ് രോഹിതിന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. യെസ് സർ, 4 ദിവസം മുമ്പ് ഈ വീടിന്റെ മുൻവശത്തെ ഗേറ്റിൽ ഒരു ഭിക്ഷക്കാരൻ കുറേ നേരം ഉണ്ടായിരുന്നു. വളരെ വൈകിട്ടും അയാൾ പോകാതിരുന്നപ്പോൾ നാട്ടുകാരാണ് അയാളെ ഓടിച്ചുവിട്ടത്. 2, അന്ന് തന്നെ തിരുവനന്തപുരം രജിസ്ട്രേഷനിലുള്ള ഒരു കോമ്പസ് ജീപ്പ് എന്ന് കരുതുന്ന ഒരു വാഹനം ഈ വീടിന്റെ മുൻപിൽ നിർത്തിയിട്ടിരുന്നു. ആ കാറിൽ നിന്ന് ഒരാൾ ഈ ഭിക്ഷക്കാരന്റെ കയ്യിൽ നിന്ന് ഒരു കുപ്പി വാങ്ങുന്നത് ഇതുവഴി നടന്നു വന്ന ഒരു സ്ത്രീ കണ്ടു. അവർ വരുന്നത് കണ്ടതും വണ്ടി ചീറിപ്പാഞ്ഞു പോയി. സൂപ്പർ രോഹിത്, വി ഹാവ് എ ഹിന്റ് ദെയർ. സർ, ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കണ്ടേ? ഫോറൻസിക്കിന്റെ ഫോർമാലിറ്റി കഴിഞ്ഞെങ്കിൽ അയക്കാം. അനിരുദ്ധ് തന്റെ ബുള്ളറ്റിന്റെ അടുത്തേക്ക് നടന്നു. അവിടെ അയാളെ കാത്ത് ആ 4 ചെറുപ്പക്കാരിൽ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ? അനിരുദ്ധ് ചെറുപ്പക്കാരനോട് ചോദിച്ചുകൊണ്ട് ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെച്ചു. സാറേ, കുറച്ചു മുന്നേ ASI സാറിനോട് രാധാമണി ചേച്ചി ഒരു കാറിന്റെ കാര്യം പറയുന്നത് കേട്ടു. ആ കാറിൽ 2 പേരുണ്ടായിരുന്നു, ഒരു സ്ത്രീയും പുരുഷനും. പുരുഷനാണ് കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലുണ്ടായിരുന്നത്. സ്ത്രീ കോ ഡ്രൈവർ സീറ്റിലാണ് ഇരുന്നത്. ആ സ്ത്രീക്ക് നല്ല പ്രായം തോന്നിക്കും. ദേഹമൊക്കെ ചുളിഞ്ഞ് ഒരുപാട് വയസ്സായ പോലെ തോന്നി. അവർ ആ ഭിക്ഷക്കാരന് വെള്ളം കൊടുത്തതാ. വണ്ടി ഓടിച്ചിരുന്ന ആൾ ആ കുപ്പിയെടുത്ത് വണ്ടിയുടെ ഡാഷ്ബോർഡിനുള്ളിൽ വെച്ചു. അപ്പോഴാണ് രാധാമണി ചേച്ചി വന്നത്. ചേച്ചിയെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു. വണ്ടി പെട്ടെന്ന് നല്ല സ്പീഡിൽ കവലയിലേക്ക് പാഞ്ഞുപോയി. ഓ, അങ്ങനെയാണോ? താനിതെങ്ങനെ കണ്ടു? അനിരുദ്ധ് ചോദിച്ചു. സാറേ, എനിക്ക് ഡിഷിന്റെ പണിയാ. ഞാൻ അന്നേരം ആ കാണുന്ന വീടിന്റെ ടെറസിൽ ഡിഷ് സെറ്റ് ചെയ്യുമായിരുന്നു. ഓക്കെ. ആ ചെറുപ്പക്കാരൻ പോയി. രോഹിത് വരുന്നത് കണ്ട് അനിരുദ്ധ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. രോഹിത് കയറൂ, നമുക്ക് ഹോസ്പിറ്റൽ വരെ പോകാം. രോഹിതിനെയും കയറ്റി ബുള്ളറ്റ് പാഞ്ഞുപോയി. ASP ഓഫീസ്. അനിരുദ്ധും SI രോഹിതും കൂടി കുട്ടികളുടെ കൊലപാതക പരമ്പരയെക്കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ്. രോഹിത്, എത്രയും പെട്ടെന്ന് ആ ഭിക്ഷക്കാരനെ കസ്റ്റഡിയിലെടുക്കണം. അയാളുടെ ചിത്രം
സർ, ഞാൻ ആർട്ടിസ്റ്റ് സുകുമാരനെ കൊണ്ട് അയാളുടെ ചിത്രം വരപ്പിച്ചിരുന്നു. ഇതാ സർ. രോഹിത് ഒരു A4 സൈസ് ക്യാൻവാസ് ഷീറ്റ് അടക്കമുള്ള ഫയൽ അനിരുദ്ധന്റെ മുന്നിലെ മേശയിലേക്ക് വെച്ചു. എക്സലന്റ് രോഹിത്. അനിരുദ്ധ് രോഹിതിനെ അഭിനന്ദിച്ചു. താങ്ക് യു സർ. ഇയാളെ കസ്റ്റഡിയിലെടുക്കാൻ വേണ്ട നടപടികൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് തന്നെ നമുക്ക് അയാളെ കിട്ടും സർ. രോഹിത് തന്റെ ആത്മവിശ്വാസം പ്രകടമാക്കി. വെരി ഗുഡ്. രോഹിത്, നമുക്ക് പോസ്റ്റ്മോർട്ടം സെന്റർ വരെ ഒന്ന് പോയി വരാം. സർജനെ കൂടി ഒന്ന് കണ്ടേക്കാം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും നേരിട്ട് വാങ്ങാം. അനിരുദ്ധ് എഴുന്നേറ്റു. രോഹിതും. ഇരുവരും ഹോസ്പിറ്റലിലേക്ക് പോകാനിറങ്ങി. ഹലോ സർ, ഞാൻ ASP അനിരുദ്ധ്. ചിൽഡ്രൻ മർഡർ കേസ് അന്വേഷിക്കുന്നത് ഞാനാണ്. അനിരുദ്ധ് ഡോക്ടർ അലക്സ് ജോഷിക്ക് മുന്നിലെ ഈസി ചെയറിലിരുന്ന് സ്വയം പരിചയപ്പെടുത്തി. വെൽക്കം മിസ്റ്റർ അനിരുദ്ധ്. താങ്കളാണ് ഈ കേസ് അന്വേഷിക്കുന്നതെന്ന് പത്രത്തിൽ വായിച്ചിരുന്നു. ബെസ്റ്റ് ഓഫ് ലക്ക്. ഡോക്ടർ അലക്സ് ജോഷി അവർക്ക് മുന്നിലേക്ക് 2 കുപ്പി മിനറൽ വാട്ടർ വെച്ചുകൊണ്ട് പറഞ്ഞു. സർ, ഇത് രോഹിത് ചന്ദ്രൻ, പുനരൂർ SI ആണ്. ഡോക്ടർക്ക് രോഹിതിനെ നേരത്തെ പരിചയം കാണുമല്ലോ. തൻ്റെ അരികിലിരുന്ന രോഹിതിന് നേരെ കൈകളും മുഖവും തിരിച്ചുകൊണ്ട് അനിരുദ്ധ് ചോദിച്ചു. യെസ്, മിസ്റ്റർ രോഹിതിനെ എനിക്കറിയാം. ഈ കേസിന്റെ ഭാഗമായി 2 തവണയും മറ്റു ചില കേസുകളുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് ചില തവണയും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഡോക്ടർ അലക്സ് ജോഷി പറഞ്ഞു. ഓക്കെ, ദെൻ ഇന്ന് കൊണ്ടുവന്ന കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞോ ഡോക്ടർ? അനിരുദ്ധ് തിടുക്കം കാണിച്ചു. ഇല്ല മിസ്റ്റർ അനിരുദ്ധ്, ബോഡിയുടെ എക്സാമിനേഷൻ കഴിഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ട് ഉടനെ തന്നെ തരാം. ഈ 3 പോസ്റ്റ്മോർട്ടം ടൈമിലും ഡോക്ടർ ഉണ്ടായിരുന്നല്ലോ. ഡോക്ടർക്ക് എന്തെങ്കിലും യുണീക്ക് പോയിന്റ്സ് തോന്നിയോ 3ലും? SI രോഹിത് ചന്ദ്രൻ ഡോക്ടറോട് ചോദിച്ചു. രോഹിത്, ഈ ചോദ്യം ഇതിനു മുമ്പ് എന്നോട് ചോദിച്ചിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അയാൾ ചിരിച്ചുകൊണ്ട് തുടർന്നു. എന്താണോ ആദ്യ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതുതന്നെയാണ് പിന്നീട് 2 തവണയും ആവർത്തിക്കപ്പെട്ടത്. കുട്ടികളുടെ മൂക്കിലൂടെയാണ് കാർബൺ മോണോക്സൈഡ് ഉള്ളിൽ ചെന്നിരിക്കുന്നത്. ശരീരത്തിൽ മറ്റു യാതൊരു പാടുകളും ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്തായിരിക്കാം കില്ലറിന്റെ മോട്ടീവെന്ന് യാതൊരു സൂചനയോ കിട്ടുന്നില്ല. സംസാരിക്കുന്നതിനിടയിൽ ജൂനിയർ ഡോക്ടർ ഒരു ഫയലുമായി കടന്നു വരുന്നത് കണ്ട് ഡോക്ടർ പറഞ്ഞുകൊണ്ടിരുന്നത് പാതി വഴിയിൽ നിർത്തി നിശബ്ദനായി. ഡോക്ടർ, റിപ്പോർട്ട്. നോർത്ത് ഇന്ത്യൻ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു യുവ ഡോക്ടർ ഒരു ബ്രൗൺ കവറും അതിനോടൊപ്പം ഒരു പച്ച ഫയലും ഡോക്ടറിന്റെ മുന്നിലേക്ക് വെച്ചു. താങ്ക് യു മിസ്റ്റർ വിനീഷ്. ഡോക്ടർ അലക്സ് ജോഷി തന്റെ ജൂനിയർ ഡോക്ടറിന് പോകാനുള്ള അനുവാദം ഒരു ചെറിയ നോട്ടത്തിലൂടെ നൽകി. അയാൾ ഉടനെ തന്നെ ഡോക്ടറുടെ ഓഫീസിൽ നിന്നും പുറത്തുപോയി. മിസ്റ്റർ അനിരുദ്ധ്, ഇതാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നിങ്ങൾക്കിത് പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാകും മുൻപ് തന്ന 2 റിപ്പോർട്ടിന് ഈ റിപ്പോർട്ടും തമ്മിലുള്ള സാദൃശ്യം. ജൂനിയർ ഡോക്ടർ കൊണ്ടുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ നീട്ടിക്കൊണ്ട് ഡോക്ടർ അലക്സ് ജോഷി പറഞ്ഞു. താങ്ക് യു ഡോക്ടർ. ഞങ്ങൾക്ക് വേണ്ടി ഇത്ര സമയം ചെലവഴിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി. ASP അനിരുദ്ധ് റിപ്പോർട്ട് വാങ്ങി നോക്കിക്കൊണ്ട് ഡോക്ടറോട് നന്ദി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. പോകാമെന്ന് കണ്ടുകൊണ്ട് ASI രോഹിതിന് നിർദ്ദേശം നൽകിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. ഡോക്ടറിന്റെ ഉള്ളിൽ നമ്മളോടൊരു പുച്ഛമുണ്ടല്ലോ രോഹിത്. അനിരുദ്ധ് രോഹിതിനോട് തമാശ മട്ടിൽ ചോദിച്ചു. എനിക്കും അങ്ങനെ തോന്നി സർ. ചിലപ്പോൾ 3 കേസുകളായിട്ടും നമുക്കൊരു തുമ്പും കിട്ടിയിട്ടില്ലല്ലോ. അതായിരിക്കാം ഈ പുച്ഛത്തിന് കാരണം. SI രോഹിത് തന്റെ മനസ്സിൽ തോന്നിയ കാരണം വ്യക്തമാക്കി. ചിലപ്പോൾ ആവാം. പക്ഷേ ഈ കേസ് നമ്മൾ തെളിയിക്കും രോഹിത്. ഇതെന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ഡോക്ടറിന്റെ വാക്കുകളിൽ ഉത്സാഹം നഷ്ടപ്പെട്ട രോഹിതിന് തന്റെ ASPയുടെ വാക്കുകൾ ഇരട്ടി ഉത്സാഹം നൽകി. ASP ഓഫീസ്. രോഹിത്, ഫിംഗർ പ്രിന്റ് ക്രോസ് ചെക്ക് ചെയ്യാൻ പറഞ്ഞതിന്റെ റിപ്പോർട്ട് കിട്ടിയോ? തലയിൽ നിന്നും തൊപ്പിയെടുത്ത് മേശപ്പുറത്തേക്ക് വെച്ചുകൊണ്ട് ASP തന്റെ ചെയറിലിരുന്നു. യെസ് സർ, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ്. അൺമാച്ച്ഡായ ഫിംഗർ പ്രിന്റ് ആണത്. ആ ഗേറ്റ് പരിശോധിച്ചിട്ടെന്തായി? സർ, അങ്ങനെയൊരു പൂട്ടുണ്ടായിരുന്നതായി സമീപവാസികൾക്ക് ആർക്കറിയില്ല. എന്നാൽ അങ്ങനെയൊന്നുണ്ട് എന്നാണ് വീടിന്റെ ഉടമസ്ഥൻ പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞ പൂട്ട് സംഭവ സ്ഥലത്ത് എങ്ങു നിന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഗേറ്റിൽ ബലം പ്രയോഗിച്ചതിന്റെ പാടുകളൊന്നുമില്ല. എന്നാൽ ഗേറ്റിന് താഴെയുള്ള പുല്ല് ഞെരിഞ്ഞു പോയിട്ടുണ്ട്. മറ്റു തെളിവുകളൊന്നും തന്നെയില്ല. രോഹിത് പറഞ്ഞു നിർത്തി. അത് തന്നെ ഒരു തെളിവല്ലേ രോഹിത്? അവിടെ ഒരു ഗേറ്റ് ഉണ്ടെന്നും ആ ഗേറ്റിൽ ഒരു പൂട്ടുണ്ടെന്നും അത് തുറക്കാൻ ഒരു ആയുധം വേണമെന്നും അറിയണമെങ്കിൽ കൊലയാളി ഒന്നിലധികം തവണ ആ പ്രദേശത്ത് പോയിട്ടുണ്ട്. സ്ഥലത്തെപ്പറ്റി വിശദമായി പഠിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആദ്യമായി ഈ കേസിൽ കൊലയാളിയുടെ പ്രസൻസിലേക്ക് എത്തിപ്പെടുന്നു. ബോഡി ഉപേക്ഷിക്കും മുമ്പ് അയാൾ ആ സ്ഥലത്തെപ്പറ്റി പഠിക്കുന്നുണ്ട്. അനിരുദ്ധ് തന്റെ പോക്കറ്റിൽ നിന്ന് വൈബ്രേറ്റ് ചെയ്യുന്ന മൊബൈൽ ഫോൺ എടുത്തു നോക്കി കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ അച്ചായ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? വല്ലതും നടക്കുമോ? ASP അനിരുദ്ധ് ഫോണിലൂടെ ചോദിച്ചു. നാളെ മുതൽ വരില്ലേ? എന്നാ ഓക്കെ. വീട്ടിൽ അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ. ബൈപ്പാസ് കഴിഞ്ഞതാ. സഹായത്തിന് ഒരാളെ ഏർപ്പാടാക്കിയതാ. ഫോണ് കട്ട് ചെയ്തുകൊണ്ട് രോഹിതിനോട് അയാൾ പറഞ്ഞു. ഇപ്പോൾ വീട്ടുജോലിക്ക് ആളെ കിട്ടാൻ വലിയ പ്രയാസമാണ് സർ.
രോഹിത്, ആ ഭിക്ഷക്കാരനെ പറ്റി എന്തെങ്കിലും വിവരം? നോ സർ. കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏതോ ബസ് കയറിപ്പോയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഉടനെ കണ്ടെത്തും സർ, രോഹിത് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. കാറിനെ പറ്റിയും വിവരമില്ല, ഭിക്ഷക്കാരനെ പറ്റിയും വിവരമില്ല. സാരമില്ല രോഹിത്, കൊലയാളി എല്ലാ വാതിലുകളും മനഃപൂർവ്വം അടയ്ക്കുകയാണ്. പക്ഷെ അവൻ കരുതാത്ത ഒരു വാതിൽ അവനിലേക്ക് ദൈവം നമുക്ക് തുറന്നു തരും. രോഹിതിന് ആത്മവിശ്വാസം നൽകിക്കൊണ്ട് അനിരുദ്ധ് പറഞ്ഞു. സർ, ഒരു കാര്യം ശ്രദ്ധിച്ചോ? മരിച്ച 3 കുട്ടികളും ബി പോസിറ്റീവാണ്. അതൊരു തീർച്ചയായും രോഹിത്, അതൊരു ശ്രദ്ധിക്കപ്പെടേണ്ട പോയിന്റ് തന്നെയാണ്. നമുക്ക് മുന്നിൽ ഇപ്പോൾ ചിത്രം കുറച്ചുകൂടി തെളിയുന്നുണ്ട്. അനിരുദ്ധ് വൈറ്റ് മാർക്കർ പേനയുമായി പച്ച ബോർഡിനരികിലേക്ക് നടന്നു. ടാർജറ്റ് 10നും 14നും വയസ്സിനിടയിലുള്ള അനാഥരായ ആൺകുട്ടികൾ. മരണകാരണം വിഷവാതകം. 3 മരണങ്ങളും തമ്മിലുള്ള ഗ്യാപ്പ് 8-7 ദിവസങ്ങൾ. ആവശ്യം അവയവങ്ങൾ, സെക്സ്, പണം, മാഫിയ എന്നിവ ഒന്നുമല്ല. 3 കുട്ടികളും ബി പോസിറ്റീവ്. ബോഡി ഉപേക്ഷിക്കുന്ന സ്ഥലം പൊതു ഇടങ്ങൾ. ഇതിൽ ബോഡി ഉപേക്ഷിക്കുന്നിടത്തിൽ കൊലപാതകി മാറ്റം വരുത്തിയിരിക്കുന്നു. അതിനെന്താവും കാരണം? രോഹിതിന് ചിന്തിക്കാൻ സമയം കൊടുത്തുകൊണ്ട് അനിരുദ്ധ് ഫ്ലാസ്ക് എടുത്ത് മേശമേൽ വെച്ചു. 2 ഗ്ലാസുകളിലായി കോഫി പകർന്നെടുത്തു. സർ, കൊലയാളിക്ക് മറ്റെന്തോ കണക്കുകൂട്ടലും ഉണ്ടെന്നല്ലേ ഇത് കാണിക്കുന്നത്? രോഹിത് കോഫി കപ്പ് എടുത്തുകൊണ്ട് ചോദിച്ചു. തീർച്ചയായും. അവൻ വിരിക്കുന്ന വഴിയിലൂടെ തന്നെ നമ്മൾ നടക്കണമെന്ന അവന്റെ വാശിയാണ് ഇവിടെ വ്യക്തമാകുന്നത്. അനിരുദ്ധ് ആ പുതിയ കണ്ടെത്തലിനെ അടിവരയിട്ടു. സാറ് പറഞ്ഞതുപോലെ തന്നെ അവൻ തന്നെ അവനെ നമുക്ക് കാട്ടിത്തരും. രോഹിത് ആത്മവിശ്വാസം തിരികെ കിട്ടിയ ഊർജ്ജത്തിൽ ചെയറിൽ നേരെയിരുന്നു. പെട്ടെന്ന് അനിരുദ്ധന്റെ മേശമേലിരുന്ന ലാൻഡ് ഫോൺ ബെൽ ചെയ്യാൻ തുടങ്ങി. രോഹിത് റിസീവർ എടുത്ത് ചെവിയോട് ചേർത്തു. SI രോഹിത് ചന്ദ്ര ഹിയർ. യെസ് സർ. ഇവിടെ തന്നെയുണ്ട്, ഞാൻ കൊടുക്കാം സർ. രോഹിതിന്റെ ഫോണിലൂടെയുള്ള ബഹുമാനം കണ്ടുകൊണ്ട് അടുത്തേക്ക് വന്ന അനിരുദ്ധന് നേരെ റിസീവർ നീട്ടിക്കൊണ്ട് ശബ്ദം കുറച്ചുകൊണ്ട് രോഹിത് പറഞ്ഞു. സർ, SP ആണ്. റിസീവർ ചെവിയോട് ചേർത്ത് അനിരുദ്ധ് മേശയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. സർ. യെസ് സർ. തീർച്ചയായും സർ. ഞാൻ എത്താം സർ. അനിരുദ്ധ് റിസീവർ തിരികെ വെച്ചു. ഓ, ആകെ പെട്ടല്ലോ. SP ഓഫീസിൽ നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ. താനൊരു കാര്യം ചെയ്യ്, നമ്മുടെ ഭിക്ഷക്കാരനെ ഒന്ന് തപ്പിയെടുക്ക്. തിടുക്കത്തിൽ കോഫി കുടിച്ചു തീർത്ത് കപ്പ് മേശമേൽ വെച്ച് തൊപ്പിയെടുത്ത് തലയിൽ വെച്ച് ASP അനിരുദ്ധ് പോകാനിറങ്ങി. ഡ്രൈവറിനോട് വണ്ടിയെടുക്കാൻ പറഞ്ഞിട്ട് തന്റെ ഔദ്യോഗിക വാഹനത്തിന്റെ പിൻസീറ്റിൽ കയറിയിരുന്നു അനിരുദ്ധ്. രാജ, 1 മിനിറ്റ്. ഡ്രൈവറിനോട് പറഞ്ഞിട്ട് അനിരുദ്ധ് രോഹിതിന് നേരെ തിരിഞ്ഞു. രോഹിത്, പിന്നെയ്, ഈ സിറ്റിയിലെ അനാഥരായ കുട്ടികൾ, അവരുമായി ബന്ധപ്പെട്ട ആളുകൾ, അവരെയൊക്കെ പറ്റി ഒന്ന് അന്വേഷിച്ചു വെച്ചേക്ക്. നമുക്ക് വൈകിട്ട് കാണാം. രാജ, വണ്ടിയെടുത്തു. ഇന്നോവ ക്രിസ്റ്റ ഓഫീസ് ഗേറ്റ് കടന്നു പോകുന്നതും നോക്കി രോഹിത് ചന്ദ്രൻ ഒരു നിമിഷം നിന്നു. SP ഓഫീസ്. SP വിജയകുമാർ ആകെ ദേഷ്യത്തിലാണ്. മുന്നിലെ കസേരയിൽ 3-4 ഫയലുകളും കയ്യിൽ പിടിച്ച് നിശബ്ദനായിരിക്കുകയാണ് ASP അനിരുദ്ധ്. ആൻസർ ബി അനിരുദ്ധ്, താൻ ചാർജ് എടുത്തതിനു ശേഷം വീണ്ടും ഒരു കൊലപാതകം കൂടി നടന്നിരിക്കുന്നു. തെരുവിന്റെ മക്കളായതുകൊണ്ട് പോലീസ് അലസത കാണിക്കുകയാണെന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകർ പറയുന്നത്. അവരൊരു സമാധാനവും തരുന്നില്ല. സീരിയൽ കില്ലറിന് മുന്നിൽ പോലീസ് മുട്ടുമടക്കിയെന്ന് പറഞ്ഞ് പത്രക്കാരുടെ വക ശല്യം വേറെ. ഇതിനെല്ലാം പുറമെ പൊളിറ്റിക്കൽ തലത്തിലുള്ള പ്രഷർ വേറെയും. ഞാനിവരോടൊക്കെ എന്തു മറുപടിയാണ് പറയേണ്ടത്? ആൻസർ മീ. വിജയകുമാർ ചോദ്യങ്ങൾക്ക് മേൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. സർ, കൊലയാളിയെക്കുറിച്ച് പറയാൻ ഇപ്പോൾ ഒരു ചിത്രം ലഭ്യമല്ല. എങ്കിലും അയാളുടെ മോട്ടീവിനെ പറ്റി എനിക്കൊരു ക്ലിയർ ചിത്രം പറയാനുണ്ട്. അയാളൊരു സൈക്കോ കില്ലർ അല്ല. വ്യക്തമായൊരു മോട്ടീവുണ്ട് അയാൾ ചെയ്യുന്ന കൊലപാതകങ്ങൾക്ക്. എൻ്റെ അനുമാനത്തിൽ അയാൾ വിദ്യാഭ്യാസ സമ്പന്നനായ ഒരാളാണ്. അതുപോലെ തന്നെ അയാൾ സമൂഹത്തിലെ ഉന്നതനായ അല്ലെങ്കിൽ ഔദ്യോഗികമായി ഉയർന്ന സ്ഥാനം വഹിക്കുന്നതുമായ ഒരാൾ. അനിരുദ്ധ് തന്റെ കൈവശമുണ്ടായിരുന്ന ഫയലുകൾ SP-യുടെ മേശപ്പുറത്തേക്ക് വെച്ച ശേഷം ആത്മവിശ്വാസത്തോടെ ഇരിപ്പിടത്തിൽ ഒന്നമർന്നിരുന്നു. സർ, ഇതൊന്നും ഇപ്പോൾ നമുക്ക് പുറത്തുവിടണ്ട. നമ്മൾ സൈക്കോ കൊലപാതകിയുടെ പിന്നാലെയാണെന്ന് അവന് തോന്നുമ്പോൾ അവൻ കൂടുതൽ സ്വതന്ത്രനായി സമൂഹത്തിൽ ഇറങ്ങും. അവൻ തന്നെ അവനെ നമുക്ക് കണ്ടെത്താനുള്ള ഒരു വാതിൽ ഒരുക്കി തരും. സാർ, എന്നെ വിശ്വസിക്കൂ, ഞാൻ ഈ കേസ് തെളിയിക്കും. അനിരുദ്ധന്റെ ആത്മവിശ്വാസത്തിന് മുന്നിൽ SP തന്റെ ചോദ്യങ്ങൾക്ക് താൽക്കാലിക വിരാമമിട്ടു. ASP അനിരുദ്ധന്റെ വീട്. അമ്മേ, അമ്മേ. കതകിൽ തട്ടി വിളിച്ച് അനിരുദ്ധ് ഷൂ അഴിച്ച് ഷൂ സ്റ്റാൻഡിലേക്ക് വെച്ചു. അടച്ചിട്ടിരുന്ന കതക് തുറന്ന് മാധവിയമ്മ പുറത്തേക്ക് വന്നു. അനിരുദ്ധന്റെ അമ്മയാണ് മാധവി. 60-നോടടുത്ത പ്രായം. നൈറ്റിയാണ് ധരിച്ചിരിക്കുന്നത്. കഴുത്തിലെ മണിമാലയും കയ്യിലെ കനം കുറഞ്ഞ വളകളും കഴുത്തിലെ പാലക്കാമാലകളും മാധവിയമ്മയുടെ കുലീനതയെ എടുത്തു കാണിക്കാൻ മതിയായിരുന്നു. മാധവിക്കുട്ടി ഉറങ്ങിയായിരുന്നോ?
താമസിച്ചെത്തിയതുകൊണ്ട് രംഗമൊന്നും തണുപ്പിക്കാനായി അനിരുദ്ധ് ചോദിച്ചു. എങ്ങനെ ഉറങ്ങാനാനി? മരുന്ന് കഴിക്കണ്ടേ? നീ മരുന്ന് മേടിച്ചുകൊണ്ട് വരുന്നത് നോക്കിയിരിക്കുക, മാധവിയമ്മ പറഞ്ഞു. അയ്യോ എൻ്റെ അമ്മേ, ഞാനത് മറന്നുപോയി. സോറി അമ്മ. SP ഓഫീസിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. SP നിർത്തി പൊരിച്ച കാരണം എല്ലാം മറന്നുപോയി, അനിരുദ്ധ് ക്ഷമാപണത്തോടെ പറഞ്ഞു. സാരില്ല മോനെ, നിന്റെ തിരക്ക് എനിക്കറിയാവുന്നതല്ലേ. എനിക്ക് മരുന്ന് മുടക്കാൻ പറ്റില്ല. നീ എന്ന ആഹാരം കഴിച്ചിട്ട് പോയി വാങ്ങി വന്നാൽ മതി. മാധവിയമ്മ മകന്റെ തിരക്കുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവനെ സമാധാനപ്പെടുത്താനായി പറഞ്ഞു. അമ്മ കഴിച്ചായിരുന്നോ? ഇല്ല മോനെ. എന്നാൽ അമ്മ ഒരു നേരിയതും കൊണ്ട് കൊടുത്തുവാ. നമുക്കിന്ന് ശരവണ ഹോട്ടലിൽ പോയി ദോശ കഴിക്കാം. ഓരോ കപ്പ് മസാല ചായയും കുടിക്കാം. തിരിച്ചു വരുന്ന വഴി മെഡിസിനും വാങ്ങാം. ഇവിടെ നിന്നും എങ്ങും പോകുന്നില്ലല്ലോ എൻ്റെ മാധവിക്കുട്ടി. എന്തു പറയുന്നു? ഞാൻ ഡബിൾ ഓക്കെ. പക്ഷേ ഒരു കണ്ടീഷൻ, ഇടയ്ക്ക് നിന്റെ പോലീസ് പരിപാടിക്ക് പോയി കളയരുത്. അല്പം സമയത്തിന് ശേഷം ഇരുവരും പുറത്തു പോകാൻ തയ്യാറായി വന്നു. അമ്മയും കൂട്ടി അനിരുദ്ധന്റെ കാർ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയി. അമ്മേ, നമുക്ക് ടൗണിന് പുറത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ കയറാം. അതാകുമ്പോൾ തിരക്ക് കുറവായിരിക്കും. എനിക്കറിയാവുന്നൊരു കടയുണ്ട്. ശരവണ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് തിരികെ കാറിൽ കയറിയിരിക്കുകയായിരുന്നു അവർ. അത് മതി മോനെ. കുറേ നാളിന് ശേഷം പുറത്തൊക്കെ വന്നതിന്റെ നല്ല സന്തോഷത്തിലും ഉണർവിലുമായിരുന്നു മാധവിയമ്മ. അനിരുദ്ധ് തിരക്കേറിയ റോഡിൽ നിന്നും തിരക്ക് കുറവുള്ള വാളകം റോഡിലേക്ക് വണ്ടി ഓടിച്ചു. സുവർണ മെഡിക്കൽസ് എന്ന ബോർഡ് കണ്ട ഒരു കടയുടെ മുന്നിലേക്ക് കാർ ഒതുക്കി. കാറിൽ നിന്നിറങ്ങിയപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ നിന്നും ഇറങ്ങി വരുന്ന ആളിനെ നല്ല മുഖപരിചയം. അനിരുദ്ധ് അയാളെ ഒരിക്കൽ കൂടി സൂക്ഷിച്ചു നോക്കി. ആഹാ, ഡോക്ടർ അലക്സ് ജോഷി. കാറിന്റെ ഡോർ അടച്ച് അനിരുദ്ധ് ഡോക്ടർക്ക് നേരെ പരിചയഭാവത്തിൽ നടന്നു. ഹായ് ഡോക്ടർ. ഡോക്ടർക്ക് നേരെ കരങ്ങൾ നീട്ടിക്കൊണ്ട് പ്രസന്നമായ മുഖത്തോടെ ഡോക്ടർ അലക്സ് ജോഷിയുടെ മുന്നിലേക്ക് നടന്നു. ഹായ് അനിരുദ്ധ്. അത്ര പ്രസന്നമല്ലാത്ത ഭാവത്തിൽ കൃത്രിമമായ തിടുക്കം പ്രകടിപ്പിച്ചുകൊണ്ട് ഡോക്ടർ അലക്സ് ജോഷി അനിരുദ്ധനെ അഭിമുഖീകരിച്ചു. ഡെയിലി യൂസുള്ള ചില മെഡിസിൻസ് വാങ്ങാൻ ഇറങ്ങിയതാ. ചെല്ലട്ടെ, കുറച്ച് തിരക്കുണ്ട്. അനിരുദ്ധന്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ഡോക്ടർ അലക്സ് ജോഷി തന്റെ കാറിനെ ലക്ഷ്യമാക്കി നടന്നു. കാറിലേക്ക് കയറിയതും സീറ്റ് ബെൽറ്റ് പോലും ധരിക്കാതെ തിടുക്കത്തിൽ കാർ സ്റ്റാർട്ട് ചെയ്ത് റോഡിലേക്ക് തിരിയുന്നതും റിയർ വ്യൂ മിററിലൂടെ തന്നെ നോക്കുന്നതും ശ്രദ്ധിച്ച് അനിരുദ്ധ് 2 നിമിഷം അങ്ങനെ തന്നെ നിന്നു. കണ്ണിൽ നിന്നും ആ കാർ മറയുന്നതുവരെ അനിരുദ്ധ് അവിടെ തന്നെ നിന്നു. അനി. മാധവിയമ്മയുടെ വിളി കേട്ട് അയാൾ ആലോചനകളിൽ നിന്നും തിരികെ വന്ന് മെഡിക്കൽ ഷോപ്പിലേക്ക് ചെന്നു. സുമേഷേ, ദാ ഈ പ്രിസ്ക്രിപ്ഷൻ പ്രകാരമുള്ള മെഡിസിൻ തരണേ. 1 മാസത്തേക്കുള്ളത്. മെഡിക്കൽ ഷോപ്പിലെ പരിചയമുള്ള പയ്യന് നേരെ പ്രിസ്ക്രിപ്ഷൻ പേപ്പർ നീട്ടിക്കൊണ്ട് അനിരുദ്ധ് പറഞ്ഞു. ആ, അനിരുദ്ധൻ സാറോ? ആ പോയ സാറിനെ അനിരുദ്ധൻ സാറിന് അറിയൂ? ഇത്രയും നേരം ഇവിടെ കൂളായി നിന്ന ആളാ. സാറ് കടയിലേക്ക് വരുന്നത് കണ്ടതും അത്രയും നേരമില്ലാത്ത തിടുക്കം. ബില്ല് കൊടുത്തിട്ട് ബാലൻസ് എടുക്കും മുമ്പ് ആളങ്ങ് പോയി കഴിഞ്ഞു. സെയിൽസ്മാൻ സുമേഷ് കുറച്ച് നോട്ടുകളും നാണയങ്ങളും കയ്യിൽ പിടിച്ചുകൊണ്ട് നിന്ന് പറഞ്ഞു. എന്തേലും അത്യാവശ്യം വന്ന് കാണും സുമേഷേ. താനീ മെഡിസിൻസ് ഒന്ന് എടുത്തേ. അങ്ങനെ പറഞ്ഞെങ്കിലും ഡോക്ടറുടെ കൃത്രിമമായ തിടുക്കവും ചോദിക്കാതെയുള്ള മറുപടിയും സെയിൽസ്മാൻ സുമേഷ് പറഞ്ഞ കാര്യങ്ങളും എല്ലാം കൂടി അനിരുദ്ധന്റെ മനസ്സിലെ തിരമാലകളെ ഉണർത്തിയിരുന്നു. തികച്ചും യാന്ത്രികമായി സെയിൽസ്മാൻ എടുത്തു നൽകിയ മരുന്ന് കവറുകളുമായി അനിരുദ്ധ് കാറിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ASP ഓഫീസ്. സർ, ഇന്നലെ SP ഓഫീസിൽ പോയിട്ടെന്തായി? രോഹിത് ആകാംക്ഷയോടെ അനിരുദ്ധന്റെ മുഖത്തേക്ക് നോക്കി. ചൈൽഡ് മർഡർ കേസിനെ പറ്റി സംസാരിക്കുകയായിരുന്നു ASP അനിരുദ്ധും SI രോഹിത് ചന്ദ്രനും. ഒന്നും പറയണ്ട രോഹിതേ. SP ചോദ്യങ്ങൾക്ക് മേൽ ചോദ്യം ചോദിച്ച് ശ്വാസം മുട്ടിച്ചു. അവിടെ ഞാൻ നിന്ന് വിയർക്കുമായിരുന്നു. കസേരയിലേക്ക് ചാഞ്ഞിരുന്നു കൊണ്ട് അനിരുദ്ധ് പറഞ്ഞു. ഞാൻ കൊലയാളിയെ പിടിക്കുമെന്ന് തറപ്പിച്ചു പറഞ്ഞു. എൻ്റെ കോൺഫിഡൻസ് ലെവലിൽ SP ഒന്ന് ശ്വാസം വിട്ടു. ചിരിച്ചുകൊണ്ട് അനിരുദ്ധ് പറഞ്ഞു. അതിൽ അത്ഭുതമൊന്നുമില്ല. സാറിൻ്റെ കോൺഫിഡൻസ് ലെവലിൽ ഞാൻ എത്ര തവണ അത്ഭുതപ്പെട്ടിട്ടുണ്ടെന്നോ? രോഹിത് തൻ്റെ മനസ്സിലുള്ളത് അങ്ങനെ തന്നെ പറഞ്ഞു. അതിരിക്കട്ടെ രോഹിത്, ഞാൻ ഇന്നലെ പോകും മുമ്പ് ഏൽപ്പിച്ച കാര്യം എന്തായി? അനിരുദ്ധ് പെട്ടെന്ന് വിഷയത്തിലേക്ക് കടന്നു. ഇറ്റ്സ് ഡൺ സർ. ദാ റിപ്പോർട്ട്. ആകെ 326 പേരുണ്ട്. സാറിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ റിപ്പോർട്ടിലുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. രോഹിത് തനിക്ക് നൽകിയ ജോലി പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാൻ സാധിച്ചതിൻ്റെ അഭിമാനത്തിൽ പറഞ്ഞു. ഹൗ, ഇത്ര പെട്ടെന്നോ? അൺബിലീവബിൾ. ASP തൻ്റെ അത്ഭുതം മറച്ചുവെച്ചില്ല. ഓ, അതാണോ സർ? ഒരു 2 മാസം മുമ്പ് പുനലൂർ പോലീസ് സ്റ്റേഷന്റെ തെരുവിലെ ആരോഗ്യ ഭദ്രതാ ക്യാമ്പിന്റെ ഭാഗമായി എടുത്ത ഒരു റിപ്പോർട്ടുണ്ട്. അതിന്റെ ബേസിലാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്, രോഹിത് പറഞ്ഞു. ഇവിടെ ആ റിപ്പോർട്ട്? അനിരുദ്ധ് പോലും അറിയാതെ അയാളുടെ ശബ്ദമുയർന്നു. രോഹിത് ഞെട്ടി എഴുന്നേറ്റു. ഹാർഡ് കോപ്പി സ്റ്റേഷനിലാണ് സർ. സോഫ്റ്റ് കോപ്പി ഞാൻ സാറിന് വാട്സപ്പ് ചെയ്യാം. എന്തിനാണ് അനിരുദ്ധ് ഇത്ര ശബ്ദമുയർത്തിയതെന്നറിയാത്ത ആശങ്കയിൽ രോഹിത് പറഞ്ഞു.
ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് കാണുമെന്ന് ഞാൻ ഗസ് ചെയ്തിരുന്നു രോഹിത്. അത് പ്രതീക്ഷിക്കാതെ നേരത്തെ മുന്നിൽ വന്നപ്പോൾ രോഹിതിന്റെ അങ്കലാപ്പ് കണ്ട് അനിരുദ്ധ് വിശദീകരിച്ചു. മനസ്സിലായില്ല സർ. രോഹിത് സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും രോഹിതിന്റെ പോക്കറ്റിൽ കിടന്ന് മൊബൈൽ ഫോൺ ബെൽ ചെയ്തു. രോഹിത് കോൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയത് കണ്ട് അനിരുദ്ധ് അയാളോട് കോൾ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പുറത്തെ പൈപ്പിനടുത്തു നിന്ന് മുഖവും കൈയും കഴുകി പോക്കറ്റിൽ കർച്ചീഫ് എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും രോഹിത് അയാൾക്കരികിലേക്ക് ധൃതിയിൽ നടന്നു വന്നു. സർ, യാത്ര പോയ നമ്മുടെ ഭിക്ഷക്കാരനെ കിട്ടി. പത്തനാപുരം കുരിശുമുക്ക് ജംഗ്ഷനിൽ നിന്ന് പുനലൂർ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറയണോ സർ? എസ് ഐ രോഹിത് തിടുക്കത്തിലും അല്പം പ്രകടമായ സന്തോഷത്തിലും പറഞ്ഞു. വേണ്ട രോഹിത്, നമുക്ക് സ്റ്റേഷൻ വരെ പോകാം. ഒരു സ്വീകരണവും ഏർപ്പെടുത്തിയേക്കാം. ചിരിച്ചുകൊണ്ട് അനിരുദ്ധ് മുറ്റത്ത് നിർത്തിയിട്ടിരിക്കുന്ന ബൊലേറോയുടെ മുന്നിലെ സീറ്റിൽ കയറിയിരുന്നു. രോഹിത് ബൊലേറോയുടെ ഡ്രൈവർ സീറ്റിലും കയറിയിരുന്നു. വണ്ടി സ്റ്റാർട്ടായി. പുനലൂർ പോലീസ് സ്റ്റേഷൻ. മെഡിക്കൽ ചെക്കപ്പും ആവശ്യമായ മറ്റ് ചെക്കപ്പുകളും നടത്തിയ ശേഷം പുനലൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ് ഭിക്ഷക്കാരനെ. മണിക്കൂറൊന്നു കഴിഞ്ഞിട്ടും കക്ഷിക്ക് യാതൊരു കുലുക്കവുമില്ല. തൻ്റെ ഇടതുവശത്ത് നിൽക്കുന്ന അദൃശ്യനായ ആളോട് ഇടയ്ക്ക് ചിലത് സംസാരിക്കുന്നതല്ലാതെ അയാൾ ഒരക്ഷരം സംസാരിക്കുന്നില്ല. അയാളെ തന്നെ ഉറ്റുനോക്കി അയാൾക്കരികിൽ തന്നെ ഇരിക്കുകയാണ് ASP അനിരുദ്ധും. അനിരുദ്ധ് പറഞ്ഞ ചില റെക്കോർഡ്സ് എത്രയും പെട്ടെന്ന് ശേഖരിക്കാൻ പോയിരിക്കുകയാണ് രോഹിത്. പോലീസ് സ്റ്റേഷന്റെ മുന്നിലേക്ക് വന്നു നിന്ന ജീപ്പിൽ നിന്നും ഇറങ്ങി രോഹിത് ചന്ദ്രൻ അനിരുദ്ധിന്റെ അടുത്തേക്ക് വന്നു. കയ്യിലുണ്ടായിരുന്ന ഫയലുകൾ അനിരുദ്ധനെ ഏൽപ്പിച്ചു. അനിരുദ്ധ് രോഹിതിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. സമാധാനവും ആശങ്കയും നിരാശയും ഒക്കെ കലർന്ന മുഖഭാവം കണ്ട രോഹിത് ഫയലുകളിലേക്ക് ശ്രദ്ധ തിരിച്ചു. പതിയെ അയാളുടെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു വന്നു. അനിരുദ്ധ് രോഹിതിന്റെ മുഖത്തേക്ക് നോക്കിച്ചിരിച്ചു. ഫിംഗർ പ്രിന്റ് ക്രോസ് മാച്ച് ചെയ്തിട്ട് എന്തായി രോഹിത്? ചുണ്ടിന്റെ കോണുകളിൽ ഊറിയ ചിരി മറച്ചു പിടിച്ചുകൊണ്ട് അനിരുദ്ധ് ചോദിച്ചു. സർ, അത് മാച്ചിങ് ആണ്. പട്ടാഴിയിലെ വീടിന് പിന്നിൽ നിന്ന് കിട്ടിയ കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് കളക്ട് ചെയ്ത സാമ്പിളുകളുമായി ഇയാളുടെ ഫിംഗർ പ്രിന്റ് മാച്ച് ആകുന്നുണ്ട്. വെരി ഗുഡ്. ഇത് പറഞ്ഞുകൊണ്ട് തന്റെ പോക്കറ്റിൽ നിന്ന് മൊബൈൽ ഫോണിൽ SP-യുടെ നമ്പർ ഡയൽ ചെയ്തുകൊണ്ട് അനിരുദ്ധ് പുറത്തേക്കിറങ്ങി. പ്രസ് മീറ്റ്. ചിൽഡ്രൻ മർഡർ കേസിന്റെ പര്യവസാനം. പ്രതി പോലീസ് പിടിയിൽ. SP വിളിച്ചു ചേർത്ത പ്രസ് മീറ്റ് നടക്കുകയാണ് പോലീസ് സ്റ്റേഷനോട് ചേർന്ന കോൺഫറൻസ് ഹാളിൽ. ആകാംക്ഷകൾ കലർന്ന ചർച്ചകൾ. UP സ്കൂളിലെ കുട്ടികൾ ഉച്ചഭക്ഷണത്തിനിരിക്കും വിധത്തിലുള്ള ഒരു ശബ്ദമുഖരിതമായ അന്തരീക്ഷം ആ ഹാളിന് നൽകി. ASP അനിരുദ്ധിനും SI രോഹിതിനുമൊപ്പം SP സുദർശൻ കോൺഫറൻസ് ഹാളിലേക്ക് കടന്നു വന്നതും ഹെഡ് മാസ്റ്ററെ കണ്ട സ്കൂൾ കുട്ടികളെ പോലെ അവർ നിശബ്ദരായി. ഹലോ എവരിവൺ. ചിൽഡ്രൻ മർഡർ കേസിലെ പ്രതിയെ പിടികൂടിയ വിവരം അറിയിക്കാനാണ് നിങ്ങളെല്ലാവരെയും ഇവിടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. തെരുവിൽ അലഞ്ഞു നടക്കുന്ന ചന്തു എന്നു പേരുള്ള മാനസിക രോഗിയായ ഇയാളാണ് ചിൽഡ്രൻസ് കൊലപാതക പരമ്പരയിലെ പ്രതി. കടുത്ത മാനസിക രോഗം മൂലമാണ് ഇയാൾ ഈ 3 കൊലപാതകങ്ങളും നടത്തിയിട്ടുള്ളത്. കസ്റ്റഡിയിലെടുത്ത ഭിക്ഷക്കാരന്റെ ചിത്രങ്ങൾ മീഡിയയ്ക്ക് നൽകിക്കൊണ്ട് SP പറഞ്ഞു. അന്വേഷണത്തിലുണ്ടായ കാലതാമസമല്ലേ ഒരു മാനസിക രോഗിക്ക് 3 കുട്ടികളെ കൊല ചെയ്യാനുള്ള സമയം നൽകിയത്? മീഡിയ അറ്റാക്ക് ആരംഭിച്ചു. കുറച്ച് സമയത്തിന് ശേഷം ബെസ്റ്റ് ഓഫ് ലക്ക് അനിരുദ്ധ്. അനിരുദ്ധന്റെ തോളിലൊന്ന് തട്ടിയ ശേഷം മറ്റൊന്നും പറയാതെ തന്റെ ഔദ്യോഗിക വാഹനത്തിൽ കയറിയിരുന്നു SP സുദർശൻ. SP കയറി ഇന്നോവ ക്രിസ്റ്റ കാർ പോകുന്നത് നോക്കി ഒരു നിമിഷം നിന്ന ശേഷം അനിരുദ്ധ് രോഹിതിന് നേരെ തിരിഞ്ഞു. രോഹിത്, ജീപ്പ് എടുക്കാമോ? നമുക്കോരോ ചായ കുടിക്കാം. സർ. രോഹിത് നെല്ലിമരത്തിന്റെ തണലിൽ നിർത്തിയിട്ടിരിക്കുന്ന പോലീസ് ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് കോൺഫറൻസ് ഹാളിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. അനിരുദ്ധനെയും കയറ്റിക്കൊണ്ട് വാഹനം ഗേറ്റ് കടന്നുപോയി. നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റായിരുന്നു സർ. എതിരെ വരുന്ന വാഹനങ്ങൾ ശ്രദ്ധിച്ച് സ്റ്റിയറിംഗ് തിരിച്ചുകൊണ്ട് രോഹിത് അനിരുദ്ധനോട് ചോദിച്ചു. ചില കണക്കുകൂട്ടലുകൾ അങ്ങനെയാണ് രോഹിത്. ആദ്യം മുതൽ തന്നെ എല്ലാം തെറ്റായിരിക്കും. എന്നാൽ ചിലത് ഒരിക്കലും തെറ്റുകയില്ല. അലസമായി പറഞ്ഞുകൊണ്ട് സീറ്റ് ബെൽറ്റ് നേരെയിട്ട് സീറ്റിലേക്ക് ചാടിയിരുന്ന് കണ്ണുകളടച്ചു അനിരുദ്ധ്. തന്റെ മേലുദ്യോഗസ്ഥനെ മനസ്സിലാക്കാനാകാത്തതിനാൽ അയാൾക്ക് നേരെ ഒരു സംശയത്തിന്റെ പാളിയ നോട്ടം നോക്കിക്കൊണ്ട് വഴിയരികിലെ ചായക്കടയുടെ മുന്നിലേക്ക് രോഹിത് വാഹനം നിർത്തി. ജീപ്പിനുള്ളിൽ തന്നെ ഇരുന്നു കൊണ്ട് ഓരോ ഗ്ലാസ് ചായ കുടിക്കുന്നതിനിടയിൽ അനിരുദ്ധ് രോഹിതിനോട് പറഞ്ഞു. ഞാൻ ഇന്നലെ അമ്മയും കൂട്ടി പുറത്തു പോയി മടങ്ങും വഴി വാളകം റോഡിലുള്ള സുവർണ മെഡിക്കൽ ഷോപ്പിൽ വെച്ച് ഡോക്ടർ അലക്സ് ജോഷിയെ കണ്ടിരുന്നു. പുള്ളി എന്നെ കണ്ടതും വെപ്രാളത്തിൽ കാറിൽ കയറിപ്പോയി. എന്നെ കണ്ടാണ് അയാൾ ധൃതി പിടിച്ചതെന്ന് സെയിൽസ്മാൻ സുമേഷും പറഞ്ഞു. ഏയ്, അത് ഡോക്ടറായിരിക്കില്ല. ഇന്ന് കണ്ടപ്പോഴും എന്നെ ആവശ്യത്തിന് പിടിച്ചു നിർത്തി പുച്ഛിച്ചാണ് വിട്ടത്. ചിലപ്പോൾ ഡോക്ടറിന് സാധനം മനസ്സിലായിട്ടുണ്ടാവില്ല. അനിരുദ്ധ് പറഞ്ഞു തീരും മുൻപ് രോഹിത് ഇടയിൽ കയറി പറഞ്ഞു. ചിലപ്പോൾ അങ്ങനെയാകാം. ഡെയിലി യൂസിനുള്ള മെഡിസിൻ വാങ്ങാൻ കയറിയതെന്നാണ് പറഞ്ഞത്. അതും ഞാൻ ചോദിക്കാതെ തന്നെ.
അനിരുദ്ധ് പറഞ്ഞു. എങ്കിലുറപ്പ് അനിരുദ്ധ് സാറിന് ആളുമാറിയതാ. ഡോക്ടർക്ക് ദിവസവും മരുന്ന് കഴിക്കേണ്ട ഒരസുഖവും ഇല്ല. അയാൾക്ക് പനി പോലും വരില്ലെന്നാണ് പറയുന്നത്. പറഞ്ഞ ശേഷം ചിരിച്ചുകൊണ്ട് ഒഴിഞ്ഞ ചായ ഗ്ലാസുമായി കടയിലേക്ക് പോയി. അയാൾ മരുന്നുകളൊന്നും കഴിക്കുന്നില്ല എന്ന് രോഹിതിനെന്താ ഇത്ര ഉറപ്പ്? അനിരുദ്ധ് സംശയത്തോടെ രോഹിതിനോട് ചോദിച്ചു. സർ, എൻ്റെ കസിൻ സിസ്റ്റർ ഡോക്ടർ അലക്സിൻ്റെ ജൂനിയറായി പ്രാക്ടീസ് ചെയ്യുകയാണ്. ഡോക്ടർ ജൂനിയേഴ്സിനെ നന്നായി പിഴിയുന്നുണ്ട്. അവൾക്കെപ്പോഴും അയാളെ ചീത്ത പറയുന്നത് തന്നെ ഒരു ഹോബിയായിട്ടുണ്ടിപ്പോൾ. ഞങ്ങളുടെ സംസാരത്തിനിടയിൽ ഒരിക്കൽ അവൾ പറഞ്ഞതാ. തൃപ്തി വരാത്ത പോലെ അനിരുദ്ധ് പെട്ടെന്ന് നിശബ്ദനായി. സാർ വെറുതെ ഓരോന്നാലോചിച്ച് തലപുകയ്ക്കുക. ഡോക്ടർ ആളൊരു പാവ. വൈഫ് ആത്മഹത്യ ചെയ്തതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഒറ്റയ്ക്കാ താമസമൊക്കെ. അതിൻ്റെ ഒരു മുരടിപ്പുണ്ട്. ഇനി അഥവാ അത് ഡോക്ടറാണെന്ന് തന്നെ ഇരിക്കട്ടെ, പുള്ളിക്ക് കുറച്ച് ചാരിറ്റിയും മറ്റുമൊക്കെ ഉണ്ട്. അങ്ങനെ ആർക്കെങ്കിലും വാങ്ങിയ മരുന്നാകാം. രോഹിത് പറയുന്നത് പകുതി കേട്ടും പകുതി കേൾക്കാത്ത മട്ടിലും അനിരുദ്ധിരുന്നു. എന്തായിരിക്കും ഡോക്ടർ ആ മെഡിക്കൽ ഷോപ്പിൽ നിന്നും വാങ്ങിയത്? അനിരുദ്ധ് സ്വയം ചോദിച്ചു. വീണ്ടും കുറച്ചു നേരം കൂടി ആലോചിച്ചിരുന്ന ശേഷം അനിരുദ്ധ് മേശമേലിരുന്ന മൊബൈൽ ഫോൺ എടുത്ത് സുവർണ മെഡിക്കൽസിന്റെ നമ്പർ കണ്ടെത്തി ഡയൽ ചെയ്തു. ഹലോ സുമേഷേ, ഞാൻ അനിരുദ്ധാണ്. എനിക്കൊരു സഹായം വേണമല്ലോ സുമേഷേ. ആ, പറഞ്ഞോളൂ സാറേ. ഫോണിന്റെ മറുതലയ്ക്ക് നിന്ന് വിനയം നിറഞ്ഞ മറുപടി വന്നു. ഇന്നലെ ഞാൻ ഷോപ്പിൽ വരുമ്പോൾ എന്നെ കണ്ട് ഒരാൾ വേഗം സാധനം വാങ്ങിപ്പോയില്ലേ? എന്തായിരുന്നു ആ മെഡിസിൻസ്? സാറേ, അത് മെഡിസിൻസ് ഒന്നുമല്ല, സാനിറ്ററി പാഡ്സ് ആണ്. ഒരു ബണ്ടിൽ സാനിറ്ററി പാഡ്. ഓക്കെ സുമേഷ്, താങ്ക് യു. അനിരുദ്ധ് കോള് കട്ട് ചെയ്തു. അപ്പോൾ ഡോക്ടർക്കായിരുന്നില്ല, ഡോക്ടറിന്റെ കയ്യിലുള്ള സാധനം മറയ്ക്കാനായിരുന്നു ആ തിടുക്കം. ആർക്കായിരിക്കും? ചിലപ്പോൾ രോഹിത് പറഞ്ഞതുപോലെ ചാരിറ്റി വർക്ക് തന്നെ ആയിരിക്കാം. 2 ദിവസങ്ങൾക്ക് ശേഷം വീട്ടിലെ തന്റെ ഓഫീസ് മുറിയിൽ ടേബിൾ ലാമ്പിൽ തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് അനിരുദ്ധ്. ഭിക്ഷക്കാരന്റെ അറസ്റ്റിനു ശേഷം മൊബൈൽ ഫോൺ അല്പം സമാധാനം തരുന്നുണ്ട്. പക്ഷേ മനസ്സൊരു സമാധാനവും തരുന്നില്ല. 3ാമത്തെ മരണം നടന്നിട്ട് ഇന്ന് 8ാമത്തെ ദിവസമാണ്. കണക്കൂട്ടൽ പ്രകാരം ഇന്നൊരു കുട്ടിയുടെ ബോഡി കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത്ര നേരമായിട്ടും. ഭിക്ഷക്കാരന്റെ അറസ്റ്റോടുകൂടി കൊലയാളി കൂടുതൽ പ്രത്യക്ഷനാകുമെന്നാണ് നിഗമനം. നിലവിലൊരു പ്രതിയുള്ളതുകൊണ്ട് അയാളുടെ ജാഗ്രത കുറയുമെന്നും അയാളെ കണ്ടെത്താൻ കഴിയുമെന്നും താൻ കൊടുത്ത ഉറപ്പിലാണ് SP നിരപരാധിയായ ഭിക്ഷക്കാരനെ സീരിയൽ കില്ലറാക്കി ആ പ്രസ് മീറ്റ് നടത്തിയത്. കൊലയാളിയെ എത്രയും പെട്ടെന്ന് പിടികൂടാനായില്ലെങ്കിൽ ഒരു പാവം നിരപരാധി. പെട്ടെന്ന് മേശപ്പുറത്ത് ചാർജ് ചെയ്യാൻ വെച്ചിരുന്ന മൊബൈൽ ഫോൺ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അനിരുദ്ധ് ഫോൺ എടുത്ത് നോക്കി. SI രോഹിത് കോളിംഗ്. അടുത്തൊരു ബോഡി കണ്ടു കിട്ടിയെന്ന് പറയാനാണോ? അനിരുദ്ധന്റെ കൈകളെ ഒരു വിറയൽ ബാധിച്ചു. ഹലോ സർ, ഞാനിവിടെ റെയിൽവേ ബ്രിഡ്ജിനടുത്ത് നൈറ്റ് പെട്രോളിങ്ങിലായിരുന്നു. ക്രൊമറ്റോറിയം റോഡിൽ നിന്ന് ഓവർ സ്പീഡിൽ വന്ന ഒരു കാർ കൈകാണിച്ച് നിർത്താതെ പോയി. കാർ ഓടിച്ചിരുന്നത് ഡോക്ടർ അലക്സ് ജോഷിയായിരുന്നു. ഞാനൊരു സംശയത്തിൽ ക്രൊമറ്റോറിയം റോഡിൽ പോയി നോക്കി. റോഡിൽ സസ്പീഷ്യസ് ആയി ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പറയൂ രോഹിത്. അനിരുദ്ധ് കൂട്ടിലടച്ച വെരുകിനെ പോലെ അസ്വസ്ഥത പ്രകടിപ്പിച്ചു. ക്രൊമറ്റോറിയത്തിൽ നിന്ന് പുകയുയരുന്നുണ്ടായിരുന്നു. എനിക്കുറപ്പാണ് 1 മണിക്കൂറിനകം അതിലൊരു ബോഡി കത്തിച്ചിട്ടുണ്ട്. വാച്ച്മാൻ ബോധമില്ലാത്ത അത്ര മദ്യപിച്ച് ഗാർഡിന്റെ റൂമിൽ കിടക്കുന്നുണ്ടായിരുന്നു. രോഹിത് പറഞ്ഞു നിർത്തി. ഒരു നിമിഷം കഴിഞ്ഞിട്ടും അനിരുദ്ധിൽ നിന്നും പ്രതികരണമൊന്നും ഉണ്ടാകാഞ്ഞ് രോഹിത് മൊബൈൽ ഫോണിലൂടെ വിളിച്ചു. സർ. യെസ് രോഹിത്. ചിന്തകളിൽ നിന്ന് ഞെട്ടിയുണർന്ന പോലെ അനിരുദ്ധ് വിളി കേട്ടു. എന്നിട്ട് രഹസ്യമായി എന്ന വണ്ണം രോഹിതിനോട് പറഞ്ഞു. രോഹിത്, നമുക്ക് ഡോക്ടറുടെ വീട് വരെ ഒന്ന് പോകാം. മറ്റാരും അറിയണ്ട. തൻ്റെ ആ കസിനെ കൂടി കൂട്ടിക്കോ. സിവിൽ ഡ്രസ്സിൽ മതി. ഞാൻ ഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ വെയിറ്റ് ചെയ്യാം. രോഹിത് അവിടേക്ക് വന്നാൽ മതി. ചില കണക്കുകൂട്ടലുകളോടെ അനിരുദ്ധ് കോള് കട്ടാക്കി. തൻ്റെ റൂമിലേക്ക് കയറി ധരിച്ചിരുന്ന വസ്ത്രം മാറ്റി പുറത്തേക്ക് പോകാൻ പാകത്തിൽ പുതിയ വസ്ത്രം ധരിച്ച് ഓഫീസ് മുറിയിലേക്ക് അയാൾ തിരിച്ചെത്തി. ഓഫീസിലെ മേശവലിപ്പിൽ നിന്നും നടുഭാഗത്ത് ദ്വാരമുള്ള ഒരു പന്തെടുത്ത് അയാൾ പോക്കറ്റിലിട്ടു. ഗണപതി ക്ഷേത്രത്തിനടുത്തെത്തിയപ്പോൾ രോഹിത് ജൂനിയർ ഡോക്ടർ ചാന്ദിനിയോടൊപ്പം നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ വാഹനങ്ങൾ ആളൊഴിഞ്ഞ നിരത്തിലൂടെ വാളകം റോഡ് ലക്ഷ്യമാക്കി ഓടി. ഡോക്ടറിന്റെ വീടിന്റെ 50 മീറ്റർ ദൂരെ 2 വാഹനങ്ങളും ഓഫ് ചെയ്യപ്പെട്ടു. ചാന്ദിനി തന്റെ കയ്യിലെ വാച്ചിൽ സമയം നോക്കി. 12:20. തന്നെ സ്ഥിരമായി കുറ്റവാളിയാക്കി ശകാരിക്കുന്ന ആ മുരടൻ ഡോക്ടർക്ക് പണി കൊടുക്കുന്നതിലുള്ള ത്രില്ലിലായിരുന്നു ചാന്ദിനി. ശബ്ദമുണ്ടാക്കാതെ 3 പേരും ഡോക്ടറുടെ വീടിന്റെ ആളൊഴിഞ്ഞ വലതുഭാഗത്തെ മതിൽ ചാടിക്കടന്നു. ഡോക്ടറുടെ വീട്ടിൽ വളർത്തുനായി ഉണ്ടാകില്ലെന്ന അനിരുദ്ധന്റെ നിഗമനം തെറ്റിയിരുന്നില്ല. 3 പേരും വലതുവശത്തേക്ക് ഏറ്റുചാടിക്കടന്ന് ഡോക്ടറിന്റെ വീടിന്റെ ഭിത്തിയോട് ചേർന്നു നിന്നു. ചാന്ദിനി ചുറ്റുമൊന്ന് നോക്കി.
പൂർണ്ണചന്ദ്രന്റെ വെളിച്ചം കാഴ്ചകൾ വ്യക്തമാക്കി. വലിയ ഇരുനില വീട്, താളം തെറ്റിക്കിടക്കുന്ന കാട് പോലെ വളർന്നു നിൽക്കുന്ന ചെടികൾ, മുറ്റത്ത് ഗേറ്റിനരികിലായി കാണുന്ന നായയുടെ കൂട് ശൂന്യം. ഗേറ്റിന് ഇരുവശത്തും കാട് പോലെ വളർന്നു കിടക്കുന്ന ബോഗിൻവില്ല ചെടികൾ. ആകെ ഒരു പ്രേതാലയ സെറ്റപ്പ്. ചാന്ദിനി, നീ എന്തു നോക്കി നിൽക്കുവാ? വാ. രോഹിത് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. തിരിഞ്ഞു നോക്കിയ ചാന്ദിനി കണ്ടത് കയ്യിലിരിക്കുന്ന ദ്വാരമിട്ട പന്ത് കാറിന്റെ ഡോർ ലോക്കിലേക്ക് അമർത്തി പ്രസ് ചെയ്യുന്ന അനിരുദ്ധനെയാണ്. രണ്ടാമത്തെ പ്രസ്സിൽ കാറിന്റെ പിന്നിലെ ഡോർ തുറന്നു. രോഹിതും ചാന്ദിനിയും അത്ഭുതത്തോടെ അനിരുദ്ധനെ നോക്കി. അനിരുദ്ധന് ഭാവവ്യത്യാസം ഒന്നും ഉണ്ടായില്ല. അയാൾ ചാന്ദിനിയുടെ മുഖത്തേക്ക് നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ ചാന്ദിനി പാന്റിന്റെ പോക്കറ്റിൽ നിന്നും 2 ഗ്ലൗസുകളും ഒരു ബ്രഷും ഒരു കുപ്പിയിൽ ഒരുതരം പൗഡറും എടുത്തുകൊണ്ട് കാറിനുള്ളിലേക്ക് കയറി. 20 മിനിറ്റിന് ശേഷം 3 പേരും വന്ന വഴി തന്നെ പുറത്തെത്തി. ചാന്ദിനി തന്റെ കൈവശമുണ്ടായിരുന്ന ബാഗ് രോഹിതും താനും വന്ന സ്കൂട്ടറിന്റെ സീറ്റിനുള്ളിൽ വെച്ച് സ്കൂട്ടർ ശബ്ദമുണ്ടാക്കാതെ മുന്നിലേക്ക് തള്ളിക്കൊണ്ടുപോയി. കുറച്ചു ദൂരം ചെന്ന ശേഷം അവൾ വണ്ടി സ്റ്റാർട്ടാക്കി ഓടിച്ചുപോയി. ഡോക്ടറുടെ വീട് കാണത്തക്ക വിധം കുറച്ചു ദൂരേക്ക് അനിരുദ്ധും രോഹിതും മാറി നിന്നു. 45 മിനിറ്റ് കഴിഞ്ഞു കാണും. ഡോക്ടറുടെ വീടിന്റെ മുകളിലെ നിലയിലെ ഇടതുവശത്തെ ലൈറ്റ് തെളിഞ്ഞു. അനിരുദ്ധും രോഹിതും പരസ്പരം നോക്കി. പെട്ടെന്ന് ആ ലൈറ്റ് അണഞ്ഞു. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ താഴെ നിലയിലെ ഒരു മുറിയിൽ വെളിച്ചം വീണു. 5 മിനിറ്റിന് ശേഷം ആ വെള്ള വെളിച്ചം അണഞ്ഞ് ചുവന്ന വെളിച്ചം തെളിഞ്ഞു. എന്തോ ചില ലോഹവസ്തുക്കൾ തറയിലേക്ക് വീഴുന്ന ശബ്ദം കേട്ടു. അതിനു പിറകെ ഏതോ ഒരു യന്ത്രം പ്രവർത്തിക്കുന്ന പോലെ ഒരു മുരളലും ആരംഭിച്ചു. വീണ്ടും മുകളിലെ മുറിയിൽ വെളിച്ചം കത്തുകയും അണയുകയും ചെയ്തു. രോഹിതും അനിരുദ്ധും വീണ്ടും മുഖത്തോട് മുഖം നോക്കി. ഇത്തവണ രണ്ടുപേരുടെയും കണ്ണുകളിൽ അകത്തേക്ക് പോകാമെന്ന നിർദ്ദേശമായിരുന്നു. മുൻപേ ചെയ്ത പോലെ രണ്ടുപേരും വലത്തെ വശത്തെ മതിൽ ചാടിക്കടന്നു. ചെറിയൊരു ശബ്ദം മൂലം ഉണ്ടാക്കാതെ ശ്രദ്ധിച്ച് ഇരുവരും വെളിച്ചം തെളിഞ്ഞ മുറിയുടെ അടുത്തെത്തി. ഫാബ്രിക്കേഷൻ ചെയ്ത് കറുത്ത ഗ്ലാസ് ഇട്ടിരുന്ന ജനൽ. അകത്തെ കാഴ്ച ആ ജനൽ ഗ്ലാസ് പൂർണ്ണമായും മറച്ചിരുന്നു. അകത്ത് എന്താണ് നടക്കുന്നതെന്ന് എങ്ങനെ അറിയും? അനിരുദ്ധ് തൊട്ട് കാണിച്ച ഭാഗത്തേക്ക് രോഹിത് നോക്കി. ഫാബ്രിക്കേഷൻ ചെയ്തിരുന്ന ഒരു സ്ക്രൂ കയ്യിലെ ചാവി കൊണ്ട് ഊരിമാറ്റി ഉണ്ടാക്കിയ ദ്വാരം. യന്ത്രത്തിന്റെ മുരളൽ കൊണ്ടാകാം ഉള്ളിലുള്ള ആൾ ആ ശബ്ദം ശ്രദ്ധിക്കാത്തതെന്ന് രോഹിത് ഓർത്തു. അനിരുദ്ധ് പോക്കറ്റിൽ ഫ്ലൈറ്റ് മോഡാക്കി വെച്ചിരുന്ന മൊബൈൽ ഫോൺ എടുത്ത് ക്യാമറ ഓൺ ചെയ്ത് മൊബൈലിന്റെ ബാക്ക് ക്യാമറ ആ ദ്വാരത്തിലേക്ക് വെച്ചു. എന്നിട്ട് രോഹിതിന്റെ കണ്ണുകളിലേക്ക് നോക്കി. അനിരുദ്ധ് കണ്ണുകൾ കൊണ്ട് നൽകിയ നിർദ്ദേശം മനസ്സിലാക്കിയ രോഹിത് അല്പം കുനിഞ്ഞ് മൊബൈൽ സ്ക്രീനിലേക്ക് നോക്കി. രോഹിതിന്റെ കണ്ണുകൾ ഭയം കൊണ്ട് തള്ളി വന്നു. പുരികങ്ങൾ മുകളിലേക്ക് ഉയർന്നു. രോഹിതിന്റെ മുഖത്തേക്ക് തന്നെ കണ്ണുകൾ പതിച്ചു നിന്ന അനിരുദ്ധ് മൊബൈൽ തിരിച്ച് പോക്കറ്റിലേക്ക് വെച്ചു. ഒരൽപ്പം പിറകിലേക്ക് മാറി ചുറ്റും നോക്കി. കുറച്ച് മാറിക്കിടന്നിരുന്ന ഒരു തടിക്കഷ്ണമെടുത്ത് തങ്ങൾ നിന്നിരുന്ന ഭാഗത്തെ ജനൽച്ചില് ഒറ്റടിയിൽ പൊട്ടിച്ച് ചാടി മുറിയുടെ ഉള്ളിൽ കയറി. ഒന്ന് പകച്ചു നിന്ന ശേഷം രോഹിതും ചാടി മുറിക്കുള്ളിൽ കയറി. ശബ്ദത്തിന് പിന്നാലെ വീട്ടിൽ ഏതൊക്കെയോ മുറിയിൽ വെളിച്ചം തെളിഞ്ഞു. ഒരു മേശ തുറന്ന് വലിയ ശബ്ദത്തോടെ അടഞ്ഞു. ഒരു റിവോൾവർ ലോഡ് ചെയ്യപ്പെട്ടതിന്റെ ശബ്ദം രോഹിത് തിരിച്ചറിഞ്ഞു. പാന്റിന് പിറകിൽ ബെൽറ്റ് തിരികെ വെച്ചിരുന്ന തന്റെ സർവീസ് റിവോൾവർ ലോഡ് ചെയ്ത രോഹിത് വാതിലിന് നേരെ നീട്ടിപ്പിടിച്ചു നിന്നു. കണ്ണുകൾ കൊണ്ട് അനിരുദ്ധനെ തിരഞ്ഞു. പൊക്കമുള്ള ഒരു ഇരുമ്പ് കട്ടിലിൽ കിടക്കുന്ന കുട്ടിയുടെ മുഖത്തു നിന്നും ഓക്സിജന്റെ മാസ്ക് വലിച്ചു മാറ്റുന്ന അനിരുദ്ധനെയാണ് രോഹിത് കണ്ടത്. കുട്ടിക്ക് അനക്കമില്ല. അപ്പോഴേക്കും തനിക്ക് തൊട്ടരികിലെ വാതിലിൽ ഒരു ബുള്ളറ്റ് വന്ന് പതിച്ച ശബ്ദം കേട്ട് രോഹിത് ഒന്ന് ഞെട്ടി. തൊട്ടടുത്തുണ്ടായിരുന്ന ഷെൽഫിന്റെ പിറകിലേക്ക് ഓടിമാറി. വലത് കൈയിൽ തോക്ക് നീട്ടിപ്പിടിച്ച് പോലീസ് സർജൻ ഡോക്ടർ തോമസ് ജോഷി ചുവന്ന വെളിച്ചമുള്ള മുറിയിലേക്ക് കടന്നു വന്നു. ഡോക്ടർ അടുത്ത ഷൂട്ട് ചെയ്യും മുമ്പ് തന്റെ ഷൂവിന് പിറകിൽ വെച്ചിരുന്ന റിവോൾവർ വലിച്ചെടുത്ത് അനിരുദ്ധ് ഷൂട്ട് ചെയ്തു കഴിഞ്ഞിരുന്നു. വലത് കൈപ്പത്തിയിൽ തന്നെ വെടിയേറ്റ് ഡോക്ടറുടെ കയ്യിൽ നിന്ന് റിവോൾവർ തെറിച്ചുപോയി. രോഹിത് ഉടനെ ചാടിച്ചെന്ന് പിന്നിൽ നിന്ന് ഡോക്ടറുടെ കഴുത്തിൽ പിടിമുറുക്കി. കുതറിമാറാൻ ശ്രമിച്ച ഡോക്ടറുടെ കൈകളിൽ അനിരുദ്ധ് പോക്കറ്റിൽ നിന്നും എടുത്ത് വിലങ്ങിട്ട് ലോക്ക് ചെയ്തു. ഒരു നിമിഷം കൊണ്ട് എല്ലാം കഴിഞ്ഞു. അടുത്തു കണ്ട ചെയറിലേക്കിരുന്ന് രോഹിത് ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുത്തു. രോഹിത്, സമയമില്ല, വേഗം ആംബുലൻസ് വിളിക്കേ. കട്ടിലിൽ കിടന്നിരുന്ന കുട്ടിയുടെ മുഖത്തേക്ക് വെള്ളം തെളിച്ചുകൊണ്ട് അനിരുദ്ധ് പറഞ്ഞു. രോഹിത് ഓഫ് ചെയ്ത് വെച്ചിരുന്ന മൊബൈൽ ഓൺ ചെയ്ത് ആംബുലൻസിന്റെ നമ്പർ തിരഞ്ഞ് ഡയൽ ചെയ്തു. കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞുകൊടുത്ത് പോലീസ് സ്റ്റേഷനിലേക്കും വിളിച്ച് വിവരം പറഞ്ഞു. എത്രയും പെട്ടെന്ന് ലൊക്കേഷനിലെത്താനുള്ള നിർദ്ദേശം നൽകി. രോഹിത് തിരിച്ചു വരുമ്പോൾ ഡോക്ടറുടെ കാലുകളും അനിരുദ്ധ് ഒരു തുണി കൊണ്ട് ബന്ധിച്ചിരുന്നു. കുട്ടിയുടെ കൈകളും കാലുകളും ബെഡിനോട് ചേർത്ത് ബന്ധിച്ചിരുന്ന ഇരുമ്പ് വളയങ്ങൾ മാറ്റുകയായിരുന്നു അനിരുദ്ധ്. 12 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ആൺകുട്ടി. തെരുവിലലയുന്ന കുട്ടിയാണെന്ന്
ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തം. അവന്റെ ശരീരത്തിൽ പക്ഷേ നീലനിറമുണ്ടായിരുന്നില്ല. രോഹിതും അനിരുദ്ധിനൊപ്പം ചേർന്നു. ആംബുലൻസും പോലീസ് ജീപ്പും ഏകദേശം ഒന്നിച്ചാണ് വന്നത്. കുട്ടിയെ ആംബുലൻസിൽ കയറ്റി രോഹിതിനോട് തന്റെ ബൈക്കിൽ ആംബുലൻസിന് പിന്നാലെ പോകാൻ അനിരുദ്ധ് നിർദ്ദേശിച്ചു. ആംബുലൻസ് പോയ ശേഷം അവിടെ വേണ്ട നടപടികൾ പൂർത്തിയാക്കി ഡോക്ടറെ പോലീസ് ജീപ്പിന് പിന്നിൽ കയറ്റി. ഡോക്ടർ ശാന്തനായി കാണപ്പെട്ടു. ഫോറൻസിക് ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. അവർ പോയി കഴിഞ്ഞ് 4 പോലീസുകാരെ ഡോക്ടറുടെ വീട്ടിൽ കാവലിന് നിർത്തിയ ശേഷം അനിരുദ്ധ് ഡോക്ടറെ കയറ്റിയ ജീപ്പിന്റെ കോ ഡ്രൈവർ സീറ്റിലിരുന്നു. ഡ്രൈവർ വണ്ടി സ്റ്റേഷനിലേക്ക് വിട്ടു. പോലീസ് കോൺഫറൻസ് ഹാൾ. ദീർഘവൃത്താകൃതിയിലുള്ള മേശയ്ക്ക് ചുറ്റും കമ്മീഷണറും SP ഉൾപ്പെടെ ധാരാളം പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം SI രോഹിതും ഇരുന്നു. മുന്നിലെ പ്രൊജക്ടർ സ്ക്രീനിന് മുന്നിൽ നിന്ന് ചിൽഡ്രൻ മർഡർ കേസിന്റെ മോഡസ് ഓപ്പറാൻഡി വിശദീകരിക്കുകയാണ് ASP അനിരുദ്ധ്. ഡോക്ടർ അലക്സ് ജോഷിക്ക് ഒരു മകളുണ്ട്, ജോഷുവ അലക്സ്, 16 വയസ്സ്. ഈ കുട്ടിക്ക് ഹാർട്ട് സ്വീറ്റ് ബ്രെഡ് എന്നറിയപ്പെടുന്ന തൈമോസിൻ ഹോർമോണിന്റെ അഭാവം മൂലം ജനിച്ചപ്പോൾ തന്നെ പ്രായമായവരുടേതുപോലെ ചുക്കിച്ചുളിഞ്ഞ ശരീരപ്രകൃതിയാണ്. ഇത് ജനറ്റിക് പ്രോബ്ലം ആയതുകൊണ്ട് ഒരിക്കലും മാറില്ല എന്നും അറിഞ്ഞാണ് ഡോക്ടറുടെ ഭാര്യ മകൾക്ക് 3 വയസ്സുള്ളപ്പോൾ ആത്മഹത്യ ചെയ്തത്. മകൾക്കുള്ള ഈ രോഗം മൂലം ഡോക്ടർ അവളെ പുറത്താരെയും കാണിച്ചിരുന്നില്ല. ഡോക്ടർക്ക് അങ്ങനെ ഒരു മകളുണ്ടെന്നറിയാതെ ഇരിക്കാനായി അയാൾ തീർത്തും ഏകാന്തമായ ജീവിതമാണ് നയിക്കുന്നത്. നമ്മൾ ജനിക്കുമ്പോൾ നമ്മളോടൊപ്പം ജനിക്കുകയും പ്രായപൂർത്തിയാകുമ്പോൾ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. ഈ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ. നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിന്റെ നട്ടെല്ലാണ് ഈ ഹോർമോൺ. ശ്വാസകോശങ്ങൾക്ക് നടുവിൽ ഹൃദയത്തോട് ചേർന്ന് കാണപ്പെടുന്നതിനാൽ ഈ ഗ്രന്ഥിയെ ഹാർട്ട് സ്വീറ്റ് ബ്രെഡ് എന്ന് വിളിക്കാറുണ്ട്. തൈമോസിൻ ഹോർമോൺ ക്യാൻസർ രോഗത്തെ വരെ തടയുന്നുണ്ട്. ജനിതക തകരാറുമായി ജനിച്ച ജോഷുവായ്ക്ക് സ്വന്തമായി പ്രതിരോധശേഷി തീരെയില്ലായിരുന്നു. 16-ാം വയസ്സിൽ തന്നെ ആ കുട്ടിക്ക് 90 വയസ്സിലുണ്ടാകുന്ന വാർദ്ധക്യ സഹജ രോഗങ്ങൾ പിടിപെട്ടു. തൈമോസിൻ ഹോർമോണാണ് ഇതിന് ഉത്തമമായ മരുന്നെന്ന് തിരിച്ചറിഞ്ഞ ഡോക്ടർ പരസ്യമായ ചികിത്സകൾ തനിക്കും മകൾക്കും ഉണ്ടായേക്കാവുന്ന കാര്യകാരണങ്ങളെ കൂടി മനസ്സിലാക്കി. ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ നടത്തിയ നിരവധി റിസർച്ചുകളുടെ തെളിവുകൾ ഡോക്ടറുടെ ലാപ്ടോപ്പിൽ നിന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. തന്റെ മകളുടെ അപൂർവങ്ങളിൽ അപൂർവമായ രോഗവിവരം സമൂഹം അറിയുന്നതിനെ ഭയന്ന ഡോക്ടർ സ്വയം ചികിത്സ ആരംഭിച്ചു. മറ്റു പ്രതിരോധ ചികിത്സകൾ തുച്ഛമായ 1-2 ദിവസത്തെ ഫലം മാത്രമാണ് നൽകിയത്. ഇങ്ങനെയാണ് ഡോക്ടർ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആരംഭിക്കുന്നത്. ഒടുവിൽ കാലിഫോർണിയയിലെ ദമ്പതികൾ തങ്ങളുടെ ക്യാൻസർ ബാധിച്ച കുട്ടികൾക്ക് ചെയ്യുന്ന തൈമോസിൻ ഹോർമോൺ ചികിത്സയെക്കുറിച്ച് കണ്ടെത്തി. ഹോർമോൺ ഉൽപാദനം ഉയർന്ന നിലയിൽ കാണപ്പെടുന്ന 9-നും 12-നും ഇടയിൽ പ്രായമുള്ള ആൺകുട്ടികളിൽ നിന്നും ഹോർമോൺ സ്വീകരിക്കുക പരസ്യമായി ചെയ്യാൻ സാധിക്കാത്തതിനാൽ ആരും അന്വേഷിക്കാനില്ലാത്ത തെരുവിലെ കുട്ടികളെ ഡോക്ടർ ഇതിനായി തിരഞ്ഞെടുത്തു. ഇതിനുവേണ്ടി ഡോക്ടർ അലക്സ് തന്നെ പ്രേരണ നൽകി പുനരൂർ പോലീസ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ തെരുവിലെ ജനങ്ങളുടെ ആരോഗ്യ ഭദ്രതാ ക്യാമ്പ് സംഘടിപ്പിച്ചു. അതിന്റെ ഭാഗമായി കളക്ട് ചെയ്ത ബ്ലഡ് സാമ്പിളുകളിൽ നിന്ന് ഡോക്ടർ അലക്സ് തനിക്ക് വേണ്ട വിവരങ്ങൾ സ്വന്തമാക്കി. പുനലൂർ പോലീസിന് പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഏറെ കയ്യടികൾ നേടിക്കൊടുത്ത അതേ റിപ്പോർട്ട് പക്ഷേ ഒരു കൊലയാളിക്ക് തന്റെ സ്വാർത്ഥ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു ആയുധമായി മാറി. തന്റെ മകളുടെ അതേ ബ്ലഡ് ഗ്രൂപ്പുള്ള മറ്റു രോഗങ്ങളൊന്നുമില്ലാത്ത കുട്ടികളെ ഡോക്ടർ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ തന്റെ വീട്ടിലെ പ്രൈവറ്റ് ലാബിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് തന്റെ ആവശ്യം നടത്തിയെടുത്തു. കുട്ടിയെ പുറത്തുവിടുന്നത് റിസ്ക് ആയതുകൊണ്ട് കാർബൺ മോണോക്സൈഡ് കലർന്ന വാതകം കുട്ടിയെ ശ്വസിപ്പിച്ച് കൊല ചെയ്തു. താൻ ചെയ്യുന്ന ക്രൈമിൽ താൻ പിടിക്കപ്പെടില്ല എന്ന അമിത ആത്മവിശ്വാസമുണ്ടായിരുന്ന ഡോക്ടർ കൊലയ്ക്ക് ശേഷം മൃതദേഹങ്ങൾ പൊതുസ്ഥലങ്ങളിൽ ഉപേക്ഷിച്ചു കളയും. 3-മത്തെ കൊലപാതകത്തിനു ശേഷം മൃതശരീരം മറവ് ചെയ്യാനുള്ള ഒരു സാഹചര്യം കണ്ടെത്തിയതുകൊണ്ട് പോലീസിനു മുന്നിൽ ഭിക്ഷക്കാരനെ കൊലപാതകിയാക്കിയിട്ട് തന്നുകൊണ്ട് ഡോക്ടർ ഗാലറിയിലിരുന്ന് ചരട് വലിച്ചു. ഡോക്ടറുടെ വീട് സെർച്ച് ചെയ്തപ്പോൾ കണ്ടെത്തിയ ബാത്ത് ടബിൽ നിറയെ സൾഫ്യൂരിക് ആസിഡ് ആയിരുന്നു. മൃതദേഹം മറവ് ചെയ്യാൻ ഡോക്ടർ കണ്ടെത്തിയ പുതിയ മാർഗം. പട്ടാടിയിൽ നിന്ന് വന്ന യാചകന് ആ വീടിന്റെ ഗേറ്റിനു മുന്നിൽ ഭക്ഷണം വെച്ച് നൽകിയത് ഡോക്ടർ തന്നെയാണ്. അയാളുടെ ഫിംഗർ പ്രിന്റ് എടുക്കാനായാണ് വെള്ളം നിറച്ച കുപ്പി അയാൾക്ക് നൽകിയത്. അപ്പോൾ ഡോക്ടറോടൊപ്പം കാറിനുള്ളിൽ മകളുണ്ടായിരുന്നു. ഇതാണ് കേബിൾമാനായ പയ്യനും നടന്നു വന്ന സ്ത്രീയും കണ്ടത്. അടുത്ത കുട്ടിയെ വീട്ടിലെത്തിച്ച ദിവസം ഡോക്ടറുടെ മകൾക്ക് പെട്ടെന്ന് അസുഖം മൂർച്ഛിക്കുകയും കുറച്ചു സമയത്തിനു ശേഷം ആ കുട്ടി മരിക്കുകയും ചെയ്തു. ആരും അറിയാതെ കുട്ടിയെ ദഹിപ്പിക്കാനായി ക്രൊമറ്റോറിയത്തിൽ ഡോക്ടർ എത്തിച്ചു. വാച്ച്മാൻ പോലും അറിയാതെ ഇരിക്കാനായി അയാളെ കൂടിയ അളവിൽ മദ്യം കഴിപ്പിച്ചിരുന്നു. മകളുടെ ശരീരം ദഹിപ്പിച്ച ശേഷം പതറിയിരുന്ന ഡോക്ടർക്ക് കാറിന് മുന്നിൽ കൈകാണിച്ച SI രോഹിതിന്റെ നൈറ്റ് പട്രോളിംഗ് ടീമിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നതിനാൽ
വണ്ടി നിർത്താതെ പോയി. ഡോക്ടർക്ക് മേൽ ഇതിനു മുമ്പ് വെറുതെ ഒരു സംശയമുണ്ടായിരുന്നതിനാൽ രോഹിത് ഉടനെ എന്നെ വിളിച്ചു. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ ജൂനിയർ ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യുന്ന രോഹിതിന്റെ കസിൻ ചാന്ദിനിയെയും കൂട്ടി ഞങ്ങൾ ഡോക്ടറുടെ കാർ പരിശോധിച്ചു. കാറിന്റെ പിന്നിൽ നിന്ന് ചാന്ദിനി കളക്ട് ചെയ്ത സാമ്പിളുകളുടെ റിപ്പോർട്ടിൽ നിന്നാണ് ഡോക്ടറുടെ മകളെക്കുറിച്ച് വിവരം കിട്ടിയത്. സമയത്തെത്താൻ സാധിച്ചതുകൊണ്ട് ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞു. കുട്ടി താലൂക്ക് ഹോസ്പിറ്റലിൽ സേഫാണ്. ചോദ്യം ചെയ്യലിന്റെ തുടക്കത്തിൽ ഒഴിഞ്ഞുമാറി നിന്ന ഡോക്ടർ മകളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് കുറ്റം സമ്മതിച്ചത്. അനിരുദ്ധ് പറഞ്ഞു നിർത്തി. ശ്വാസം അടക്കി പിടിച്ച് കേട്ടിരിക്കുകയായിരുന്നു എല്ലാവരും. അനിരുദ്ധിനോട് മെഡിക്കൽ ഷോപ്പിൽ വെച്ച് ഒരുപക്ഷെ ആ ഡോക്ടർ സാധാരണയായി സംസാരിച്ചിരുന്നെങ്കിൽ കൊലയാളി ഇന്നും മറിഞ്ഞിരുന്ന നമ്മളെ പുച്ഛിച്ച് ചിരിച്ചേനെ. SP അനിരുദ്ധനെ പ്രശംസിച്ചു. വെൽ ഡൺ വർക്ക് മിസ്റ്റർ അനിരുദ്ധ് ആൻഡ് രോഹിത്. നിങ്ങൾ രണ്ടുപേരും കേരള പോലീസിന് ഒരു സുവർണ തൂവലാണ് സമ്മാനിച്ചിരിക്കുന്നത്. കമ്മീഷണറുടെ വാക്കുകൾ കേട്ട് അഭിമാനത്തിന്റെ കൊടുമുടിയിലെത്തിയിരുന്ന രോഹിത് നോക്കുമ്പോൾ ചെറിയൊരു പുഞ്ചിരിയോടെ തലയുയർത്തി പിടിച്ചു നിൽക്കുന്ന അനിരുദ്ധനെയാണ് കണ്ടത്. പ്രിയ കൂട്ടുകാരെ, ഈ കഥയുടെ അവസാനിച്ചു. കഥ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി. നന്ദി.